നമുക്ക് വചനത്തിലേക്ക് നോക്കുന്നതിന് മുമ്പായിട്ട് കർത്താവിനെ നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവേ, അവിടുന്ന് ഞങ്ങളുടെ മധ്യത്തിലുണ്ട്. നന്ദി കർത്താവേ, നന്ദി. അവിടുത്തെ മുമ്പായി ഞങ്ങള് സാഷ്ടാംഗം വീണ് വണങ്ങുന്നു. അവിടുത്തെ ആ പാദത്തിലേക്ക് കർത്താവേ പറ്റിച്ചേർന്ന് ഞങ്ങള് ആ ആണിപ്പഴുതുള്ള ആ കാലുകളെ മൊത്തം ചെയ്യട്ടെ കർത്താവേ. ഞങ്ങൾക്ക് വേണ്ടി കർത്താവേ കയ്യിലും കാലിലും എല്ലാം ആണിപ്പഴുതുകളേറ്റ് ആ സ്നേഹത്തിന്റെ ആഴം വിലാവിലും ഹൃദയത്തിലേക്ക് ഹൃദയത്തിലേക്ക് ചെല്ലുന്ന ആ വിലാവിലെ മുറിവും എല്ലാം കർത്താവേ അവിടുത്തെ സ്നേഹത്തിന്റെ ആഴത്തെ കാണിപ്പാനായിട്ട് ഞങ്ങളെ ഓർപ്പിക്കാനായിട്ട് കർത്താവേ നിത്യകാലവും അവിടെ നിന്ന് നിലനിർത്തുന്ന ആ മുറിവുകൾക്കായിട്ട് ഞങ്ങളെ സ്തുതിക്കും. അവിടുത്തെ നാവിൽ നിന്ന് വരുന്ന ശബ്ദം കർത്താവെ ഞങ്ങൾക്ക് കേൾക്കണം. ഞങ്ങളുടെ ആത്മാവില് ഒരു കാഹളധ്വനിയായിട്ട് കേൾക്കണമേ കർത്താവെ. ഞങ്ങളോടൊപ്പം സംസാരിക്കണമേ. ഞങ്ങളുടെ കുറവിനെ അവിടുന്ന് വളരണം. എല്ലാം യേശു കർത്താവിന്റെ വിലയേറിയ മാതിരിയുടെ നാട്ടിൽ ആമേൻ. നമുക്ക് 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിലെ 2-3 വാക്യങ്ങള് നമുക്ക് പലർക്കും പരിചിതമായിട്ടുള്ള വാക്യങ്ങളാണ്. നമ്മളെ ക്രിസ്തുവിന്റെ പത്രങ്ങളാണ് എന്ന് പറയുക. യേശുവിന്റെ പത്രങ്ങൾ, ലേഖനങ്ങളാണ് നമ്മളെ. ദൈവം നമ്മളുടെ ഹൃദയത്തിൽ എഴുതുന്ന ഒരു ലേഖനം. നമ്മള് 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തില് അതിന്റെ 2-3 വാക്യങ്ങള് യു ആർ അവർ ലെറ്റർ, അതാ പറയുന്നത്. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതിയതായി സകല മനുഷ്യരും അറിയുന്നതും വായിക്കുന്നതുമായ ഞങ്ങളുടെ പത്രം നിങ്ങൾ തന്നെയാണ്. ഞങ്ങളുടെ ശുശ്രൂഷയാൽ ഉണ്ടായ യേശുവിൻ പത്രമായി നിങ്ങൾ വെളിപ്പെടുന്നുവല്ലോ. അത് മഷി കൊണ്ടല്ല, ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവിനാൽ അത്രേ. കൽപ്പലകയിലല്ല, ഹൃദയം എന്ന മാംസപ്പലകയിൽ തന്നെ എഴുതിയിരിക്കുന്നത്. കർത്താവ് ഒരു എഴുത്തിലാണ്. ഹിസ് റൈറ്റിംഗ്. കർത്താവ് എഴുതിക്കൊണ്ടിരിക്കുക. കർത്താവ് എവിടെ എഴുതുന്നതെന്ന് ചോദിച്ചാല് പേപ്പറിലോ. ഇപ്പൊ പേപ്പറൊക്കെ ഔട്ട്ഡേറ്റഡ് ആയി. ഇപ്പൊ എല്ലാരും ഈ നോട്ട് പാഡില് ഇങ്ങനെ അവര് എഴുതുമ്പോ അതങ്ങ് ടൈപ്പായി മാറും, അത് ടെക്സ്റ്റായി മാറും എന്നൊക്കെയാ പറയുന്നത്. ഇപ്പൊ ഈ പേപ്പറൊക്കെ പണ്ട് മറ്റേ 2 താളിയോലകളോ പാപ്പറസ് അതുപോലെയൊക്കെ ഉള്ളവരൊക്കെ എഴുതുമായിരുന്നു. പിന്നെ പേപ്പറായി. ഇപ്പൊ കുറച്ചൊക്കെ കുറച്ചുകൂടെ കഴിയുമ്പോൾ അടുത്ത കർത്താവ് വരാൻ താമസിക്കുമ്പോഴത്തേക്കും കുറച്ച് കഴിയുമ്പോൾ പേപ്പർ ഒന്നും കാണത്തില്ല. എല്ലാവരും ഈ നോട്ട് പാഡിലും ഒക്കെ ആയിരിക്കും എഴുതുകയും ടൈപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇന്ന് കർത്താവിന്റെ എഴുത്തൊന്നും ഔട്ട്ഡേറ്റഡ് ആയിട്ടില്ല. കർത്താവ് എഴുതുന്നത് അത് കൽപ്പലകയിലല്ല. അതാ നമ്മളെ 2 കൊരിന്ത്യർ 3-ന്റെ 3-ാമത്തെ വാക്യത്തില് കൽപ്പലകയിലല്ല. കൽപ്പലകയിലായിരുന്നു പഴയ നിയമത്തില് മോശയ്ക്ക് ദൈവം ന്യായപ്രമാണത്തെ എഴുതി കൊടുത്തത്. കൽപ്പലകമേല് 2 ടാബ്ലറ്റ്സ് ഓഫ് സ്റ്റോൺ, 2 കൽപ്പലകമേലെ അത് എഴുതി കൊടുത്തേ. എന്നാൽ ഇന്ന് നമ്മളുടെ ഹൃദയങ്ങളിൽ തന്നെ ദൈവം എഴുതുന്നത്. നമ്മുടെ ഹൃദയങ്ങളിൽ എഴുതുന്ന ആ പത്രം, അവിടെ ആത്മീയ പിതാവായിട്ടുള്ള പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ വിശ്വാസികളെ കുറിച്ച് പറയുക, ആ പത്രം നിങ്ങളാകുന്ന ആ പത്രത്തെ എന്റെ ഹൃദയത്തിൽ അങ്ങ് സൂക്ഷിക്കുക എന്ന് പറയുക. എന്ന് പറഞ്ഞാല് ദൈവം എഴുതിക്കൊണ്ടിരിക്കുന്നത് എത്രമാത്രം കർത്താവിന് എഴുതാൻ സാധിച്ചിട്ടുണ്ട്, അതിനനുസരിച്ചായിരിക്കും മറ്റുള്ളവർക്ക് യേശുവിനെ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റുന്നത്. എല്ലാവരും ഇങ്ങനെ നോക്കുവോ പാടുപെട്ടപ്പോൾ ചിലരുടെയൊക്കെ ഹാൻഡ് റൈറ്റിങ്, ചിലർ പരീക്ഷ എഴുതിയിട്ട് ഒന്നുകൂടെ വായിച്ചാൽ അവർക്ക് തന്നെ മനസ്സിലാകത്തില്ല എന്താ എഴുതിയെന്ന് പറയുന്നത് വെച്ചാൽ അത്രയ്ക്ക് മോശം ഹാൻഡ് റൈറ്റിങ്. ഞാൻ തന്നെ 2ാമത് വായിച്ചു എന്താ ഞാൻ എഴുതി വെച്ചേക്കുന്നത് എനിക്ക് മനസ്സിലായില്ലെന്ന് ചില ബിരുദന്മാർ പറയാറുണ്ട്. അത്രയ്ക്ക് മോശം ഹാൻഡ് റൈറ്റിങ് എന്ന് പറയുന്നത്. ഇന്ന് ബൈബിള് വായിക്കാത്ത ഒത്തിരി പേര് നമ്മുടെ ചുറ്റുമുണ്ട്. അവർക്ക് നമ്മൾ ബൈബിള് കൊടുത്താലോ ട്രാക്ട് കൊടുത്താലോ നമ്മൾ എത്ര നല്ല പുസ്തകങ്ങളൊക്കെ കൊടുത്താലും ഞങ്ങളുടെ ജീവമൊഴികളാണിത്, ഞങ്ങളുടെ ട്രാക്റ്റാണ്, ഞങ്ങളുടെ വലിയ ലേഖനമാണെന്നൊക്കെ പറഞ്ഞു കൊടുത്താലൊന്നും അവർ വായിക്കത്തില്ല. പക്ഷെ അവരെപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുന്നൊരു പത്രമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ജീവിതമാണ്. അപ്പൊ നമ്മളുടെ ജീവിതം മറ്റുള്ളവര് അത് എന്താ നമ്മളിവിടെ വായിക്കുന്നേ? സകല മനുഷ്യരും അറിയുന്നതും വായിക്കുന്നതുമായിട്ടുള്ള പത്രം. ഇപ്പൊ മനോരമ ഏറ്റവും കൂടുതൽ സർക്കുലേഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ സകല മനുഷ്യരും വായിക്കത്തില്ല അല്ലേ? പിന്നെ വേറെ ഇനിയിപ്പോ എത്ര സർക്കുലേഷൻ ഉള്ള പത്രം എന്ന് പറഞ്ഞാലും
സകല മനുഷ്യർ നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരും വായിക്കുന്ന ഒരു പത്രം. പത്രം എന്ന് പറയുമ്പോൾ ന്യൂസ് പേപ്പർ എന്നുള്ള ഒരു അർത്ഥത്തിലല്ല, എപ്പിസ്റ്റൽ, എപ്പിസ്റ്റോളെ, എപ്പിസ്റ്റോളെ എന്ന് പറഞ്ഞൊരു ഗ്രീക്ക് പദമാണ്. എപ്പിസ്റ്റോളെ എന്ന് പറഞ്ഞാൽ ആ ഗ്രീക്ക് പദം തന്നെ എപ്പിസ്റ്റൽ, ലേഖനം. അതായത് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം എന്ന് നമ്മൾ പറയുമ്പോൾ ഈ എപ്പിസ്റ്റോളെ ആ വാക്ക് തന്നെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു. എപ്പിസ്റ്റോളെ എന്ന് പറഞ്ഞാൽ എപ്പിസ്റ്റൽ, എപ്പിസ്റ്റൽ എന്ന് പറഞ്ഞാൽ ലേഖനം. എഫീസർക്ക് എഴുതിയ ലേഖനം, കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. അപ്പൊ ആ ലേഖനം എന്നുള്ള ആ അതേ പദം തന്നെയാണ് ഇവിടെ 2 കൊരിന്ത്യർ 3:2-3 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാല് ആളുകൾ വായിക്കുന്ന ആ ഒരു 5-ാമത്തെ സുവിശേഷം നമ്മളുടെ ജീവിതത്തിന്റെ ഒരു സാക്ഷ്യം, നമ്മൾ യേശുവിനെ എത്രമാത്രം വെളിപ്പെടുത്തുന്നുണ്ട്, നമ്മളെ കാണുന്നവർക്ക് കർത്താവിനെ കാണാൻ പറ്റുന്നുണ്ടോ, കർത്താവിനെ എത്രമാത്രം വ്യക്തമായിട്ട് അവർക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് വലിയ കാര്യങ്ങളൊക്കെ പറയാം, വലിയ കാര്യങ്ങളൊക്കെ പ്രസംഗിക്കാം, പറയാം, പാടാം. എന്നാൽ മറ്റുള്ളവർക്ക് നമ്മളെയാണോ കാണാൻ പറ്റുന്നത്, അതോ യേശുവിനെ അവർക്ക് കാണാൻ പറ്റുന്നുണ്ടോ? നമ്മളങ്ങ് കർത്താവിനെ മറച്ച്, കർത്താവിന് മുമ്പിൽ വന്ന് മറഞ്ഞു നിൽക്കുവാണോ, കർത്താവിനെ മറച്ച് നമ്മൾ വന്ന് നിൽക്കുവാണോ, അതോ നമ്മളങ്ങ് കുറഞ്ഞ് മറ്റുള്ളവർക്ക് യേശുവിനെ കാണാനും കേൾക്കാനും സ്പർശിക്കാനും ഒക്കെ നമ്മളിലൂടെ സാധിക്കുന്നുണ്ടോ എന്നുള്ളൊരു വെല്ലുവിളിയാണ് കർത്താവ് നമ്മളോട് ചോദിക്കുന്നത്. എനിക്ക് മുമ്പേ വരുന്നവരൊക്കെ കള്ളനും കവർച്ചക്കാരനുമാണെന്നാണ് നമുക്ക് ആ വാക്യം അറിയാം. യോഹന്നാൻ 10-ാം അധ്യായത്തിലെ ആ വാക്യം എല്ലാവർക്കും പരിചയമുണ്ടോ? നമ്മളത് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ആ ഒരു ക്രൂസിന്റെ വഴിയെക്കുറിച്ച് എനിക്ക് ദൈവം ഒരു ആഴത്തിലുള്ള ഒരു വെളിപ്പാട് തരാൻ തുടങ്ങുന്ന ഒരു വാക്യമായിരുന്നു അത്. യോഹന്നാൻ 10-ാം അധ്യായത്തില് അതിന്റെ നമുക്ക് 2 കൊരിന്ത്യരിലേക്ക് വരാം. 2 കൊരിന്ത്യരിലേക്ക് വന്ന് നമുക്ക് പത്രം എഴുതാം. കർത്താവിനെ കൊണ്ട് നമുക്ക് നമ്മളുടെ പത്രം എഴുതിപ്പിക്കാം. അവിടെ അതിന് മുമ്പായിട്ട് യോഹന്നാൻ 10-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തില് എനിക്ക് മുമ്പേ വന്നവർ ഒക്കെയും കള്ളന്മാരും കവർച്ചക്കാരും അത്രയും, ആടുകളും അവരുടെ വാക്ക് കേട്ടില്ല. കർത്താവിന് മുമ്പേ എന്ന് പറയുമ്പോൾ പ്രോ എന്ന് പറഞ്ഞൊരു വാക്കാണ് ഉപയോഗിക്കുന്നത്. പ്രോബയോട്ടിക് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടായിരിക്കും. പ്രോ എന്നുള്ള വാക്കിന് മുൻപേ എന്ന് പറയുമ്പോൾ ബിഫോർ ഇൻ ടൈം, ബിഫോർ ഇൻ പ്ലേസ്, 2 അർത്ഥത്തിലും ആ വാക്ക് ഉപയോഗിക്കാവുന്ന ഒരു പദമാണ്. ഇൻ ഫ്രണ്ട് ഓഫ് എന്ന് പറയുമ്പോൾ കർത്താവ് വരുന്നതിന് മുമ്പേ വന്നവർ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ സാധാരണ പെട്ടെന്ന് അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. എന്നാൽ ബിഫോർ ഇൻ പൊസിഷൻ, ബിഫോർ ഇൻ പ്ലേസ്, കർത്താവിന്റെ മുമ്പേ യേശു കർത്താവ് വന്നു നിൽക്കുന്നത്, നമ്മൾ കർത്താവിനെ അങ്ങ് മറച്ചുകൊണ്ട് നമ്മൾ വന്ന് നിൽക്കുക. അന്ന് സക്കായിക്ക് യേശുവിനെ കാണണമായിരുന്നു, ആൾക്കാരെല്ലാം കൂടി കർത്താവിനെ അങ്ങ് മറയ്ക്കുമായിരുന്നു. അപ്പം സക്കായിക്ക് പിന്നെ കാട്ടത്തിന്മേലൊക്കെ കയറി കർത്താവിനെ കാണേണ്ട വന്ന ഒരു കാര്യമൊക്കെ നമ്മളവിടെ ലൂക്കോസ് 19-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ഇന്ന് കർത്താവിന്റെ അനുയായി വൃന്ദം എന്ന് പറയുന്ന ഒരുപാട് പേര്, ക്രിസ്ത്യാനികൾ എന്ന പേരെടുത്തവര്, നാമതേ ക്രിസ്ത്യാനികളാവട്ടെ, വേർപെട്ട സഭകളിൽ ഉള്ളവരെന്ന് പറയുന്നവരാകട്ടെ, വീണ്ടും ജനിച്ച വിശ്വാസികൾ, അഭിഷേകം പ്രാപിച്ചവര്, അല്ലെങ്കിൽ നമ്മൾ തന്നെ കർത്താവിന്റെ അനുയായി വൃന്ദമായിട്ട് അവകാശപ്പെട്ടിട്ട് മറ്റുള്ളവർക്ക് യേശുവിനെ കാണുന്നത് നമ്മളെ മറച്ചു വെക്കുന്ന ഒരു സ്വഭാവമാണോ? ആ ഒരു കാര്യം ഏതെങ്കിലും മേഖലയിൽ കർത്താവെ മറ്റുള്ളവർക്ക് യേശുവിനെ വായിച്ചെടുക്കാൻ തക്കവണ്ണം ഞാനൊരു തടസ്സമായിട്ട് നിൽക്കുകയാണോ എന്നുള്ളൊരു കാര്യം. പണ്ട് സാക്ബേർ മഹാത്മാഗാന്ധി പറഞ്ഞ ചില കോട്ട്സ് ഒക്കെ പറഞ്ഞിട്ടുള്ളതായിട്ട് ഓർക്കുന്നുണ്ട്. മഹാത്മാഗാന്ധി നമ്മുടെ ഭാരതത്തിലെ രാഷ്ട്രപിതാവ് എന്ന് പറഞ്ഞ അദ്ദേഹം പറഞ്ഞു, ഞാനത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനത് ഇന്നലെ മഹാത്മാഗാന്ധി ക്രിസ്ത്യൻ കോട്ട് എന്ന് പറഞ്ഞ് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ ഒരു 3 കോട്ട് ഇങ്ങനെ കിട്ടി. അദ്ദേഹം പറഞ്ഞു, ഐ വുഡ് ബി എ ക്രിസ്ത്യൻ ഇഫ് ഇറ്റ് വെയർ നോട്ട് ഫോർ ദ ക്രിസ്ത്യൻസ്. ഈ ക്രിസ്ത്യാനികളൊന്നും ഇല്ലാതെങ്കിൽ ഞാനൊരു ക്രിസ്ത്യാനിയായി തീർന്നേനെ എന്ന് പറഞ്ഞു. ഐ വുഡ് ബി എ ക്രിസ്ത്യൻ ഇഫ് ഇറ്റ് വെയർ നോട്ട് ഫോർ ദ ക്രിസ്ത്യൻസ്. ഈ ക്രിസ്ത്യാനികൾ അവർ അന്നത്തെ കാലഘട്ടത്തിലെ ക്രിസ്ത്യാനികളുടെ സാക്ഷി അത്രമാത്രം അതുപോലെ ഒരു പരിതാപകരമായിരുന്നു എന്നുള്ള ഒരു കാര്യമാണ് നമ്മളവിടെ കാണുന്നത്. ഈ ക്രിസ്ത്യാനികൾ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ക്രിസ്ത്യാനിയായി തീർന്നേനെന്ന് അദ്ദേഹം പറഞ്ഞു. ഐ ലവ് യുവർ ക്രൈസ്റ്റ് ബട്ട് ഐ ഹേറ്റ് യുവർ ക്രിസ്ത്യൻസ് ബിക്കോസ് യുവർ ക്രിസ്ത്യൻസ് ആർ അൺലൈക്ക് യുവർ ക്രൈസ്റ്റ്. ഞാൻ ക്രിസ്ത്യാനികളെ സ്നേഹിക്കുന്നു, പക്ഷെ ഈ ഞാൻ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു, എന്നാൽ ഞാൻ ക്രിസ്ത്യാനികളെ വെറുക്കുക. എന്താണെന്ന് വെച്ചാൽ ഈ ക്രിസ്ത്യാനികള് ക്രിസ്തുവിനെ പോലെ അല്ല എന്ന മഹാത്മാഗാന്ധി പറഞ്ഞത്. ഇഫ് ഇറ്റ് വെയർ ഫോർ ക്രിസ്ത്യൻസ് ഐ വിൽ ബി എ ക്രിസ്ത്യൻ. അതാണ് ആദ്യം ക്രിസ്ത്യാനികള് ആ ഒരു കാര്യം. വേറൊരു മഹാനായ മനുഷ്യൻ, എന്തോ ഒരു വലിയ ലോകത്തിലൊരു വലിയ ആളാരാണെന്ന് എനിക്ക് അത്ര ഓർമ്മയില്ല, ഒരു വിഷയം രാധാകൃഷ്ണനാണെന്ന് തോന്നുന്നത്. ക്രിസ്ത്യാനികൾ എക്സ്ട്രാ ഓർഡിനറി തിങ്സ് പറഞ്ഞ്
ഓർഡിനറി തിങ്സ്. രാധാകൃഷ്ണൻ പറഞ്ഞായിട്ട് ഇങ്ങനെ സാൻബേറിനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ പക്ഷെ ആ കോട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് അങ്ങനെ കിട്ടിയില്ല. എന്തായാലും അങ്ങനെ എൻ്റെ ഓർമ്മ. രാധാകൃഷ്ണൻ, എസ് രാധാകൃഷ്ണൻ, നമ്മുടെ ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്ന രാധാകൃഷ്ണൻ, ടീച്ചേഴ്സ് ഡേ ഒക്കെ അദ്ദേഹത്തിന്റെ ഓർമ്മ, അദ്ദേഹത്തിന്റെ ജന്മദിനത്തിലാണ് ടീച്ചേഴ്സ് ഡേ ഒക്കെ. അപ്പൊ അദ്ദേഹം പറഞ്ഞു വലിയ വലിയ എക്സ്ട്രാ ഓർഡിനറി തിങ്സ്, വളരെ വളരെ അനുതര സാധാരണമായ വലിയ വലിയ കാര്യങ്ങൾ. ദൈവം ഞങ്ങളുടെ പിതാവാണ്, ഞങ്ങള് രാജകീയ പുരോഹിത വർഗമാണ്, ഞങ്ങൾ വലിയ വലിയ ആളാണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറയും. പക്ഷെ ഇവര് സാധാരണ പോലുള്ള ജീവിതമാണ് ജീവിക്കുന്നത്. ഇവര് എക്സ്ട്രാ ഓർഡിനറി വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയുന്നു എന്നാൽ സാധാരണ പോലുള്ള ഇവരും ദേഷ്യപ്പെടുന്നു, പരാതി പറയുന്നു, പാരവെക്കുന്നു, പല പല കലഹങ്ങളും പ്രശ്നങ്ങളും അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും. എന്നാ യഥാർത്ഥത്തിൽ നമുക്കിപ്പം ലോകത്തിലുള്ള എല്ലാ ക്രിസ്ത്യാനികളെ നന്നാക്കാനൊന്നും നമുക്ക് പറ്റത്തില്ലെങ്കിലും നമ്മളുടെ ജീവിതം, നമ്മളുടെ കുടുംബം, നമ്മളുടെ ഭാര്യ മക്കള്, നമ്മളുടെ സഭയിലെ നമ്മളുടെ കൂട്ടു സഹോദരങ്ങള്, നമ്മളുടെ സാക്ഷ്യം എങ്ങനെയാണ്? മറ്റുള്ളവർക്ക് കർത്താവിനെ നമ്മൾ മറച്ചു വെക്കുന്നവരാണോ, അതോ കർത്താവിനെ വായിച്ചെടുക്കാൻ പറ്റുന്നവണ്ണം ഒരു അഞ്ചാമത്തെ സുവിശേഷമാണോ നമ്മള്? എത്ര സുവിശേഷങ്ങളുണ്ട് ബൈബിളില്? 4 സുവിശേഷങ്ങളുണ്ട് അല്ലേ? അപ്പൊ അഞ്ചാമത്തെ സുവിശേഷം ആരാ? നമ്മൾ ഓരോരുത്തരും. അപ്പം മറ്റുള്ളവർക്ക് 4 സുവിശേഷങ്ങളിലും പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് യേശുവിനെ വരച്ചെഴുതിയിട്ടുണ്ട്. എന്നാൽ ഈ ഒരു അഞ്ചാമത്തെ സുവിശേഷം കർത്താവ് നമ്മളുടെ ജീവിതങ്ങളില് നമ്മളുടെ ആത്മാവില് ആത്മാവ് ഒരു പുസ്തകത്തോടെ, ഒരു പുസ്തകത്താളിനോട് ഉപമിച്ച അവിടെ ദൈവം എഴുത്തിലാണ്. ദൈവം എന്തുകൊണ്ടാണ് എഴുതുന്നതെന്ന് ചോദിച്ചാൽ ദൈവത്തിന് വിരലുകൊണ്ടാണ് എഴുതുന്നത്. ദൈവത്തിന് വിരലുകൊണ്ട് പരിശുദ്ധാത്മാകുന്ന മഷി കൊണ്ടാണ് എഴുതുന്നത്. അതാണ് നമ്മളിവിടെ വായിക്കുന്നത്. മഷി കൊണ്ടല്ല, ആത്മാവിനാൽ അത്രേ. നോട്ട് വിത്ത് ഇങ്ക് ബട്ട് വിത്ത് ദ സ്പിരിറ്റ് ഓഫ് ദ ലിവിങ് ഗോഡ്. അതാ നമ്മള് അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ 2 കൊരിന്ത്യർ 3 നിങ്ങൾ വന്നല്ലോ. 2 കൊരിന്ത്യർ 3-ാമത്തെ വാക്യത്തിൽ അത് മഷി കൊണ്ടല്ല, ജീവനുള്ള ദൈവത്തിന് ആത്മാവിന്. അവിടെ നമ്മൾ വായിക്കുന്നത് ജീവനുള്ള ദൈവം എന്ന് വെച്ചാൽ ഇന്ന് ഒരുപാട് ദൈവസങ്കല്പങ്ങളൊക്കെ മരിച്ച് മൺമറഞ്ഞു പോയ പല കാര്യങ്ങളും, ജീവനില്ലാത്തതായിട്ടുള്ള പല ദൈവസങ്കല്പങ്ങളും ഐതിഹ്യങ്ങളും ഒക്കെ ഉള്ള ഒരു കാലഘട്ടത്തിൽ നമ്മളായിരിക്കുന്നത്. എന്നാൽ ജീവനുള്ള ഒരേ ഒരു സത്യദൈവമുണ്ട്. ആ ദൈവത്തിന്റെ ആത്മാവിനാലാണ് ദൈവം ഈ എഴുതുന്നത്. ആ ദൈവാത്മാവിനാലാണ്, ദൈവാത്മാവാകുന്ന മഷി കൊണ്ടാണ് എഴുതുന്നേ. ദൈവം എഴുതുന്ന വിരളും എന്താണെന്ന് ചോദിച്ചാൽ അതും പരിശുദ്ധാത്മാവ് തന്നെ. ദൈവത്തിന്റെ വിരള് പരിശുദ്ധാത്മാവാണെന്ന് എങ്ങനെ പറയാൻ പറ്റുന്നേ? പഴയ നിയമത്തില് അത് കൽപ്പലകമേൽ എഴുതിയപ്പോൾ ദൈവം എങ്ങനെയാ എഴുതിയത്? നമ്മള് പുറപ്പാട് പുസ്തകം 8-ാം അധ്യായത്തില്, പുറപ്പാട് പുസ്തകം 8:19 നമ്മളൊന്ന് വായിക്കുവാണെങ്കിൽ, 8:19 അല്ല, 31:18 പുറപ്പാട് 8:19 നമുക്കിന്ന് എടുക്കാം. 8:19 ദൈവത്തിന്റെ ശക്തിയെ കുറിക്കുന്നതാണ് ദൈവത്തിന്റെ വിരളെന്ന് അന്ന് ഫറവോന്റെ മജീഷ്യൻസ് തന്നെ പറയുന്ന ഒരു വാക്യമാണ്. പുറപ്പാട് 8:19 ഇത് ദൈവത്തിന്റെ വിരളാകുന്നു എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ശക്തിയെ സൂചിപ്പിക്കുന്ന ഒരു പദമായിട്ടാണ് ദൈവത്തിന്റെ വിരൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മളവിടെ പുറപ്പാട് 8-ാം അധ്യായത്തില് അതിന്റെ 8-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ മന്ത്രവാദികളും, അതായത് ഫറവോന്റെ മുമ്പാകെ 3-ാമത്തെ ബാധയുടെ കാര്യം, പേൻ എന്നുള്ള 3-ാമത്തെ ബാധ വരുന്ന കാര്യമാണ്. മന്ത്രവാദികളും തങ്ങളുടെ മന്ത്രവാദത്താൽ പേൻ ഉളവാക്കുവാൻ അതുപോലെ ചെയ്തു. അവർക്ക് കഴിഞ്ഞില്ല താനും. മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മേൽ പേൻ ഉള്ളതായതുകൊണ്ട് മന്ത്രവാദികൾ ഫറവോനോട് പറഞ്ഞു, ഇത് ദൈവത്തിന്റെ വിരലാകുന്നു, ദിസ് ഇസ് ദ ഫിംഗർ ഓഫ് ഗോഡ് എന്ന് അവർ പറഞ്ഞു. ഈ അവിശ്വാസികൾ തന്നെ ദൈവത്തിന്റെ ഒരു വിരൽ കാണുന്നു, ദൈവത്തിന്റെ പ്രവൃത്തി കാണുന്നു, ദൈവത്തിന്റെ ഒരു എഴുത്ത് കാണുന്നു അവിടെ പേരിന്റെ ബാധയില്. പിന്നെ പുറപ്പാടില് തന്നെ, ഇതേ പുറപ്പാടിന്റെ 31-ാം അധ്യായത്തില് ദൈവത്തിന് തന്റെ വിരൽ കൊണ്ട് ചെയ്ത ഒരു പ്രവൃത്തിയാണ് നമ്മള് പുറപ്പാട് 31-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം. അവൻ സീനായി പർവ്വതത്തിൽ വെച്ച് മോശയോട് അരുളി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ദൈവത്തിന്റെ വിരൽ കൊണ്ട് എഴുതിയ കൽപ്പലകകളായ സാക്ഷ്യപലക 2 അവന്റെ പക്കൽ കൊടുത്തു. 2 ടാബ്ലറ്റ്സ് ഓഫ് സ്റ്റോൺ, 2 പലക. അത് ഒന്ന് നമ്മുടെ മനസ്സിനെയും ഒന്ന് നമ്മുടെ ഹൃദയത്തെയും കുറിക്കുന്നതാണെന്നൊക്കെ നമ്മൾ സാങ്ക്വേറിന് കേട്ടിട്ടുണ്ട്. അതിനകത്ത് ഒരു കൽപ്പലകയിൽ നമ്മൾ ദൈവമായിട്ടുള്ള കൽപ്പനകള് 4 കൽപ്പനകള്, പിന്നെ ബാക്കിയുള്ള 6 കൽപ്പനകൾ, 10 കൽപ്പനകൾ, ബാക്കിയുള്ള 6 കൽപ്പനകൾ നമ്മൾ മനുഷ്യരുമായിട്ടുള്ള ബന്ധത്തിലുള്ള 6 കൽപ്പനകൾ ബാക്കി മറ്റേ ശിലാഫലകത്തില്, കൽപ്പലകയില്. അവിടെ ദൈവം എന്തുകൊണ്ട് എഴുതിയത്? നമ്മൾ വായിച്ച എന്താ? മോശയോട് അരുളി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ദൈവത്തിന്റെ വിരൽ കൊണ്ട് എഴുതിയ കൽപ്പലകകളായ, കർത്താവിന്റെ വിരൽ കൊണ്ടാണ് എഴുതിയത്. ഇന്ന് കർത്താവിന്റെ വിരൽ എവിടാ? നമ്മള്
ലൂക്കോസ് 11 ഇങ്ങനെ വായിക്കുന്നുണ്ട്. ലൂക്കോസ് 11 ദൈവത്തിന്റെ വിരൽ എന്താണെന്നുള്ളതിനെ കുറിച്ചുള്ളൊരു സൂചന എന്താ? അപ്പൊ മഷി പരിശുദ്ധാത്മാവാണ്. കർത്താവ് നമ്മളുടെ ആത്മാവാകുന്ന പുസ്തകത്തിൽ എഴുതുക. അപ്പോ അത് പരിശുദ്ധാത്മാവാകുന്ന മഷി കൊണ്ടാണ് എഴുതുന്നേ. അത് കർത്താവിന്റെ വിരലുകൊണ്ടാണ് എഴുതുന്നത്. കർത്താവിന്റെ വിരല് ലൂക്കോസ് 11:20 എന്നാൽ ദൈവത്തിന്റെ ശക്തി കൊണ്ട് ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ ഓക്കെ, മലയാളത്തിലെ ദൈവത്തിന്റെ ശക്തി കൊണ്ടെന്ന, എന്നാൽ അതിന്റെ ശരിക്കും ഡാറ്റലോസ് എന്ന് പറഞ്ഞൊരു ഗ്രീക്ക് പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ശരിക്കും അവിടെ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് ദൈവത്തിന്റെ വിരൽ കൊണ്ട് ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു. സ്പഷ്ടം. മലയാളം സത്യവേദ പുസ്തകത്തിലെ ശക്തി എന്നുള്ള ശരിക്കും പറഞ്ഞാൽ വിരൽ. അതായത് ഇംഗ്ലീഷ് നോക്കുവാണെങ്കിൽ ഇഫ് ഐ കാസ്റ്റ് ഔട്ട് ഡീമൺസ് ബൈ ദ ഫിംഗർ ഓഫ് ഗോഡ്. ഇപ്പൊ ലൂക്കോസ് 11:20 കർത്താവ് എങ്ങനെയാ ദൈവത്തിന്റെ വിരലുകൊണ്ടാണ് ഭൂതങ്ങളെ പുറത്താക്കിയത്. അപ്പൊ ഈ ദൈവത്തിന്റെ വിരലിനെ കുറിച്ച് പറയുന്ന അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇതേപോലൊരു പദപ്രയോഗം മത്തായി പരിശുദ്ധാത്മാവിനാൽ എഴുതിയപ്പോൾ മത്തായി 12:28 നോക്കുവാണെങ്കിൽ, മത്തായി 12 പുകയുന്ന തിരികെടുത്ത് കളയില്ല എന്നൊക്കെ പറയുന്ന മത്തായി 12 നിങ്ങൾ വായിച്ചിട്ടില്ലയോ എന്നൊക്കെ ചോദിച്ചു എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയും മത്തായി 12 റെഫർ ചെയ്തായിരുന്നു. കഴിഞ്ഞ വെളിപാട് ബൈബിൾ സ്റ്റഡിയുടെ സമയത്തും അതിന്റെ മൂന്നാമത്തെ വാക്യത്തിലും അതിന്റെ 5-ാമത്തെ വാക്യത്തിലും വായിച്ചിട്ടില്ലയോ മത്തായി 12. ഞാനത് എനിക്ക് അതിനും കൂടെ കോറിലേറ്റ് ചെയ്യാൻ വേണ്ടി ഓർത്തിരിക്കാനൊക്കെ വേണ്ടി മത്തായി 12 എന്ന് പറയുമ്പോൾ ആ ഒരു നമ്മള് സാധാരണ ശ്രദ്ധിക്കുന്ന ചില വാക്യങ്ങൾ പറയുന്നേ. അത് കഴിഞ്ഞിട്ട് മത്തായി 12:28 വാക്യത്തില് ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു. സ്പഷ്ടം. അപ്പൊ ലൂക്കോസ് 11:20 ദൈവത്തിന്റെ വിരലിനാല് ഭൂതങ്ങളെ പുറത്താക്കുവാണെങ്കിൽ ദൈവരാജ്യം വന്നിരിക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവാത്മാവിനാൽ. അപ്പൊ ദൈവത്തിന്റെ വിരൽ എന്താ? A=B, B=C. സോ അതുകൊണ്ട് A=C എന്ന് പറഞ്ഞാൽ ദൈവാത്മാവിനാൽ പുറത്താക്കുന്നു, ദൈവത്തിന്റെ വിരലാൽ പുറത്താക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവവിരൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വിരൽ ആണെന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവാ. നമ്മൾ സാഗ്ബറിനും കേട്ടുള്ള കാര്യമായത്. മത്തായി 12:28 ലൂക്കോസ് 11:20 കൂടെ ചേർത്ത് വെക്കുമ്പോൾ ദൈവത്തിന്റെ വിരല് പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവ് നമ്മളില് എഴുതാന് പരിശുദ്ധാത്മാവിനാല് യേശു കർത്താവ് എഴുതുന്നത്. കർത്താവാണ് ഓദർ. കർത്താവ് ഓദറാണെന്ന് ഇവിടെ പറയുന്നത്. കർത്താവ് രചയിതാവാണ്. നമുക്കറിയാം എബ്രായർ 12:2 എന്താണ് നമ്മൾ വായിക്കുന്നത്? വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ. ആ നായകനും എന്നുള്ള വാക്ക് ഇംഗ്ലീഷിൽ ഓദർ എന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ഓദർ ആൻഡ് ഫിനിഷർ ഓഫ് എ ഫെയ്ത്ത്. ആ ഓദർ എന്നുള്ള വാക്ക് യഥാർത്ഥത്തിൽ ആർഹിഗാസ് എന്ന് പറഞ്ഞൊരു വാക്കാണ്. എബ്രായർ 12:2 ആർഹിഗാസ് എന്ന് പറഞ്ഞാൽ ഓദർ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാം, ക്യാപ്റ്റൻ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ലീഡർ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാം, പ്രിൻസ് എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാം. അങ്ങനെയുള്ള ചീഫ് ലീഡർ, ഓദർ, ക്യാപ്റ്റൻ, പൈനിയർ എന്നൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്ന ഒരു പദമാണ്. അപ്പൊ വിശ്വാസത്തിന്റെ നായകനും എന്ന് പറയുമ്പോൾ വിശ്വാസത്തിന്റെ രചയിതാവും എന്ന് അവിടെ ഓദറിനെ ട്രാൻസ്ലേറ്റ് ചെയ്താൽ കുഴപ്പമില്ല. നമ്മുടെ മലയാളം ബൈബിളിൽ നായകനും എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് തെറ്റില്ല, കറക്റ്റ് തന്നെ. എങ്കിലും അത് എഴുതുന്നയാള് നമ്മളുടെ ഹൃദയത്തിലെ വിശ്വാസം ദൈവാത്മാവാകുന്ന മഷി കൊണ്ട്, ദൈവാത്മാവാകുന്ന വിരലുകൊണ്ട് ആരാ എഴുതുന്നതെന്ന് ചോദിച്ചാൽ കർത്താവ് എഴുതുന്നത്. കർത്താവാണ് രചയിതാവ്. ഇപ്പൊ ഒരു ബുക്കിന്റെ ഓദർ ആരാന്ന് ചോദിച്ചാൽ അത് നമ്മൾ പറയും ഇന്ന ആളുടെ ബുക്ക്, ഇന്ന ആൾ എഴുതിയ ബുക്ക്. അപ്പൊ നമ്മളുടെ ഹൃദയത്തില് രചയിതാവായിട്ട് കർത്താവ് ഇങ്ങനെ പരിശുദ്ധാത്മാവാകുന്ന വിരളം വെച്ച്, നമ്മൾ പേന വെച്ച് എഴുതുന്ന പറഞ്ഞതുപോലെ കർത്താവ് തന്റെ വിരൽ വെച്ച്, പരിശുദ്ധാത്മാവാകുന്ന തന്റെ വിരൽ വെച്ച് എഴുതാന് തുടങ്ങി. എപ്പോഴാണ് തുടങ്ങിയെന്ന് ചോദിച്ചാൽ നമ്മൾ വീട്ടിൽ ജനിച്ചപ്പം ഒരു കുത്തിടാൻ സമ്മതിച്ചു നമ്മള്. അതുവരെ ഈ ചില കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ, അവര് അവരുടെ കൈ പിടിച്ച് എഴുതാതെ പറയുമ്പോൾ സമ്മതിക്കത്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഈ കൈയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഞെരുപിരി കൊണ്ട് ഒന്ന് അവസാനം ഒരു കുത്തിടും. കുഞ്ഞെ നീ ഒന്ന് അടങ്ങുവാണെങ്കിൽ എന്നെ കൊണ്ടൊന്ന് ആ എഴുതിപ്പിക്കുക, അല്ലെങ്കിൽ എഴുതാം എന്ന് പറയാം. ഒന്ന് അടങ്ങ്, ഒന്ന് ശാന്തമായിട്ടിരിക്കുക. അപ്പം നമ്മള് ശാന്തമാവുന്നതിനനുസരിച്ച്, അതായത് നമ്മളുടെ സ്വന്തം ഇഷ്ടത്തിന് മരിക്കുന്നതിനനുസരിച്ച് കർത്താവിനെ കുറച്ച് ഇപ്പൊ യേശു എന്ന് എഴുതണമെന്നിരിക്കട്ടെ. ഇപ്പൊ യേശുവിനെ ആണല്ലോ മറ്റുള്ളവർക്ക് കാണണ്ടേ. അപ്പം യേശുവിനെ എഴുതുമ്പോൾ നമ്മള് എഴുതുന്നതിന്റെ ഒരു ചുരുപ്പിങ്ങനെ ഇടാനേ സമ്മതിച്ചുള്ളൂ. ആൾക്കാർ നോക്കുമ്പോ എന്ത് എഴുതുന്നൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോഴൊരു ഒരു വരയോ പുള്ളി ഏതാണ്ടൊക്കെ കാണുന്നു, കർത്താവിനെ കാണുന്നില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തില് യേശുവിനെ എഴുതാനായിട്ട് കർത്താവ് ഇടപെടുക. കർത്താവിന്റെ സ്വഭാവം, കർത്താവിന്റെ ആ ഒരു കൃപയും സത്യം നിറഞ്ഞവനായ ആവാം യേശുവിന്റെ സ്വഭാവം എഴുതാനായിട്ട് നിങ്ങളാണ് ആ പത്രം, നിങ്ങളാണ് ആ ലേഖനം. അവിടെ പൗലോസ് അത് പറയുന്നതിന്റെ കോണ്ടെക്സ്റ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ 2 കൊരിന്ത്യർ 3 നമ്മൾ വരുവാണെങ്കിൽ
അവിടെ പൗലോസ് പറയും, ഞങ്ങൾ പിന്നെയും, അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ, ഞങ്ങൾ പിന്നെയും ഞങ്ങളെ തന്നെ ശ്ലാഘിക്കുവാൻ തുടങ്ങുന്നു. ശ്ലാഘിക്കുക എന്നൊക്കെ വലിയ വാക്ക് പറയുന്നത്, എന്ത് ഈ ശ്ലാഘിക്കുക എന്ന് പറഞ്ഞാൽ അഭിനന്ദിക്കുക, അല്ലെങ്കിൽ കമന്റ് ചെയ്യുക, പ്രശംസിക്കുക. ഞങ്ങളെ തന്നെ പിന്നെ പ്രശംസിക്കുവാണോ? പല കാര്യങ്ങളൊക്കെ അതിന്റെ തൊട്ട് മുമ്പത്തെ വാക്യത്തില് ഞങ്ങൾ ക്രിസ്തുവില് കൂട്ടുചേർക്കാതെ സംസാരിക്കുന്നു എന്നൊക്കെ പറയും. അതിന് തൊട്ട് മുമ്പ് 2 കൊരിന്ത്യർ 2:17 വായിച്ചു. അതിന് മുമ്പ് സൗരഭ്യവാസനയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ട്, ഞങ്ങൾ ദൈവവചനത്തിൽ കൂട്ടുചേർക്കുന്ന അനേകരെ പോലെ അല്ല. പലരും ഇങ്ങനെ കൂട്ടുചേർത്ത് ഇങ്ങനെ പാല് വിൽക്കുന്നത് പാലാണോ വെള്ളമാണോ എന്ന് ലാക്ടോമീറ്റർ വെച്ച് അളന്നു നോക്കണം. അപ്പൊ അതുപോലെ വചനം മായമില്ലാത്ത പാലായിട്ടാണ് ദൈവവചനം കൊടുക്കേണ്ടത്. എന്നാൽ അതിനകത്ത് മായമൊക്കെ കലർത്തി വചനം, അത് വചനത്തിൽ പറയുന്നത് പോലെ അങ്ങ് പറയാതെ, അത് അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല, ഇങ്ങനെയൊക്കെ അതും ശരിയാ ഇതും ശരിയാ, അങ്ങനെയൊക്കെ അത് ദൈവം എല്ലാം ടോളറേറ്റ് ചെയ്തോളൂ, അങ്ങനെയൊക്കെ പറയുന്ന വചനത്തിൽ കൂട്ടുചേർത്ത് വചനത്തിൽ മായം കലർത്തി 1 ലിറ്റർ പാലിനകത്ത് 10 ലിറ്റർ വെള്ളമൊക്കെ ഒഴിച്ച് ഒത്തിരി പാല് വിൽപ്പനക്കാര് ഇന്ന് ക്രിസ്തീയ എന്ന് പറയുന്ന ലോകത്ത് ഉള്ളപ്പോൾ ഇവിടെ പൗലോസ് പറയുക, ഞങ്ങൾ ദൈവവചനത്തിൽ കൂട്ടുചേർക്കുന്ന അനേകരെ പോലെ അല്ല, നിർമ്മലതയോടും ദൈവത്തിന്റെ കൽപ്പനയാലും ദൈവസന്നിധിയിൽ ക്രിസ്തുവിൽ സംസാരിക്കുന്നു. നിർമ്മലതയോടെ, ഫ്രം സിൻസിയറിറ്റി, ദൈവത്തിന്റെ ആ നിർമ്മല പരമാർത്ഥതയോടെ, ആത്മാർത്ഥതയോടെ, ദൈവത്തിന്റെ കൽപ്പനയാലും, ഫ്രം ഗോഡ്, ദൈവത്തിൽ നിന്ന് തന്നെ ഞങ്ങൾ സംസാരിക്കുന്നത്. വി സ്പീക്ക് ഇൻ ക്രൈസ്റ്റ് ഇൻ ദ സൈറ്റ് ഓഫ് ഗോഡ്. അത് ക്രിസ്തുവിലാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ഞങ്ങൾ സ്വയത്തിൽ നിന്ന് സംസാരിക്കുമല്ല, സ്വയത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ സ്വന്തം മോചനം തേടുന്നു എന്നൊക്കെ നമ്മൾ യോഹന്നാൻ 7:18 കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു. ക്രിസ്തുവിനെ ഞങ്ങൾ സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇത് ഞങ്ങളെ തന്നെ പ്രശംസിച്ചുകൊണ്ട് പറയുന്നതാണോ? ഞങ്ങൾ പിന്നെയും ഞങ്ങളെ തന്നെ ശ്ലാഘിക്കുവാൻ തുടങ്ങുന്നുവോ? അല്ല. ചിലർ ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് ശ്ലാഘ്യപത്രം കാണിക്കുവാനാകട്ടെ, നിങ്ങളോട് വാങ്ങുവാനാകട്ടെ ഞങ്ങൾക്ക് ആവശ്യമോ? അതായത് അന്ന് ഇപ്പൊ ഈ ചില റെക്കമെൻഡേഷൻ ലെറ്റേഴ്സ്, നമ്മള് ചില കോളേജിലൊക്കെ ചെന്ന് അഡ്മിഷൻ എടുക്കുമ്പോൾ ഇന്ന ആളുടെ റെക്കമെൻഡേഷൻ ലെറ്റർ ഉണ്ടെങ്കിൽ അഡ്മിഷൻ കിട്ടും. അപ്പൊ അതുപോലെ അന്നത്തെ പല ആൾക്കാരും ഒക്കെ ഇന്നിടത്തു നിന്നുള്ള ചില റെക്കമെൻഡേഷൻ ലെറ്റർ, ശ്ലാഘ്യപത്രം എന്നൊക്കെ പറഞ്ഞാൽ റെക്കമെൻഡേഷൻ ലെറ്റർ ഉണ്ടെങ്കിൽ, അതായത് ലെറ്റേഴ്സ് ഓഫ് കമൻഡേഷൻ, അതായത് ഇപ്പൊ ഇന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ഗൂഗിൾ റിവ്യൂസ് ഒക്കെ പിന്നെ ഗൂഗിൾ റിവ്യൂസ്, അല്ലെങ്കിൽ എന്റെ യൂട്യൂബ് ആ വീഡിയോയുടെ താഴെ നിങ്ങൾ ഇങ്ങനെ ഒന്ന് കമന്റ് ചെയ്യണേ, നല്ലത് എന്നെ ഒന്ന് കമന്റ് ചെയ്ത് പ്രശംസിച്ചെന്ന് എഴുതണം. അല്ലെങ്കിൽ യൂട്യൂബ് റിവ്യൂസ്, ഗൂഗിൾ റിവ്യൂസ്, ഗൂഗിൾ മാപ്പ് റിവ്യൂസ്. അപ്പൊ അതിനായിട്ടൊക്കെ പണം കൊടുത്ത് ഗൂഗിൾ മാപ്പ് റിവ്യൂ ഒക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള അതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ശ്ലാഘ്യപത്രം, റെക്കമെൻഡേഷൻ ലെറ്റർ ആയിട്ട് ഇപ്പം അന്ന് പലയിടങ്ങളിലേക്ക് പോകുമ്പോൾ ഞാൻ ഇന്നടത്തുനിന്ന് വന്നയാള്, ഇന്ന ക്വാളിഫിക്കേഷൻ ഉണ്ട്, ഇന്ന വലിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരിയാണ്, അത് നമ്മളുടെ ഭൗതികമായിട്ടുള്ള മേഖലയിൽ അതിൻ്റെതായ ചില നീടൊക്കെ ഉള്ളിടം ഉണ്ടാകാം. എന്നാൽ ആത്മീയമായിട്ട് ഇവിടെ പൗലോസ് പറയുക, ഞാൻ നിങ്ങളുടെ ആത്മീയ പിതാവല്ലേ. നിങ്ങൾക്ക് അവിടെ പൗലോസ് അവിടെ കൊരിന്തിൽ ചെല്ലുമ്പം അവിടെ സഭയൊന്നും ഇല്ലായിരുന്നു. എന്നാൽ പൗലോസിന്റെ ശുശ്രൂഷയാല് ഗുരുവായ ദൈവത്തിന്റെ സഭയാണ്. എനിക്ക് നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ ഏതെങ്കിലും റെക്കമെൻഡേഷൻ ലെറ്ററിന്റെ ആവശ്യമുണ്ടോ? നിങ്ങളുടെ റെക്കമെൻഡേഷൻ ലെറ്റർ എനിക്ക് എഴുതി തന്നിട്ട് വേണോ എനിക്ക് ഇപ്പം വേറെ ആരെങ്കിലും കാണിക്കാൻ? അല്ലെങ്കിൽ വേറെ ആരുടെയോ റെക്കമെൻഡേഷൻ ലെറ്റർ എടുത്തുകൊണ്ട് വന്ന് നിങ്ങളെ കാണിക്കേണ്ട ആവശ്യമുണ്ടോ? അതാ ചോദിക്കുന്നത്. അതാ നമ്മൾ മനസ്സിലായോ? അതായത് പറയുന്നത്, ചിലർ ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് സാക്ഷ്യപത്രം കാണിക്കുവാനാകട്ടെ, അത് മറ്റുള്ളവരിൽ നിന്ന് ചില റെക്കമെൻഡേഷൻ ലെറ്റർ ഒക്കെ വാങ്ങിച്ചുകൊണ്ട് നിങ്ങളെ കാണിക്കേണ്ട കാര്യമുണ്ടോ? അത് കഴിഞ്ഞിട്ട് പറയാം, നിങ്ങളോട് വാങ്ങുവാനാകട്ടെ, നിങ്ങൾ ഞാൻ നന്നായിട്ടൊക്കെ നിങ്ങളെ ഒന്ന് സുഖിപ്പിച്ച് സംസാരിക്കാം, നിങ്ങൾ എനിക്ക് നല്ല അപ്പോസ്തലനാണ് എന്നുള്ളൊരു റെക്കമെൻഡേഷൻ ലെറ്റർ ഒക്കെ എഴുതി തന്നെ ഞാൻ വേറെ എവിടെ കൊണ്ട് കാണിച്ചോളാം എന്ന് പറയാൻ തക്കവണ്ണം അതിന്റെ അത്രയും ഗതികേട് എനിക്കുണ്ടോ എന്ന് പൗലോസ് പറയുക. അതുകൊണ്ട് പറയുക, യഥാർത്ഥത്തില് ഈ ശ്ലാഘ്യപത്രം എനിക്ക് ആവശ്യമില്ല. എന്താണെന്ന് വെച്ചാൽ നിങ്ങളാ എന്റെ ശ്ലാഘ്യപത്രം, നിങ്ങളാ എന്റെ റെക്കമെൻഡേഷൻ ലെറ്റർ. നിങ്ങളുടെ ജീവിതം കാണുമ്പോഴാ ഇവരുടെ ആത്മീയ പിതാവായ പൗലോസിന്റെ ശുശ്രൂഷ അത് ദൈവത്തിൽ നിന്നുള്ളതാണോ, അത് മനുഷ്യരിൽ നിന്നുള്ളതായതാണോ എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ, നിങ്ങളുടെ ജീവിതം തന്നെ ഒരു ആത്മീയ പിതാവെന്ന നിലയിൽ പൗലോസ് പറയുക, നിങ്ങൾ തന്നെ എന്റെ പത്രം, നിങ്ങളാണ് എന്റെ റെക്കമെൻഡേഷൻ ലെറ്റർ, ശ്ലാഘ്യപത്രം. അത് ആ റെക്കമെൻഡേഷൻ ലെറ്റർ നമ്മൾ എവിടെ സൂക്ഷിക്കുന്നത്? നമുക്കിപ്പം വലിയൊരു അപ്പോയിന്റ്മെന്റ് ലെറ്റർ വന്നു, നമുക്ക് ജോലിക്കുള്ള അപ്പോയിന്റ്മെന്റ് ലെറ്റർ വന്നപ്പോൾ നമ്മളത് കപ്പലണ്ടി പുതിയാനെടുക്കും, അല്ലെങ്കിൽ വേറെ ന്യൂസ് പേപ്പറിന്റെ കൂടെ ഇങ്ങനെ വലിച്ചു വാരി പിന്നെ ആക്രിക്കാര് തൂക്കി വെക്കുന്നതിന്റെ കൂട്ടത്തിൽ അതുകൊണ്ട് തൂക്കി വെക്കാൻ നമ്മൾ എവിടെങ്കിലും വലിച്ചു വാരി ഇടുവോ? ഇല്ല. അത് നമ്മൾ വളരെ സൂക്ഷിച്ച് ഡ്രോവറിലൊക്കെ വെച്ച് പൂട്ടി താക്കോലൊക്കെ എപ്പോഴും ഒക്കെ കൊണ്ട് നടക്കും. റെക്കമെൻഡേഷൻ ലെറ്റർ എനിക്ക്, അല്ലെങ്കിൽ ഒരാൾക്ക് ലോട്ടറി അടിച്ചെന്നിരിക്കട്ടെ, ഇപ്പൊ ഈ റെക്കമെൻഡേഷൻ ലെറ്റർ എന്ന് പറഞ്ഞാൽ ആർക്കും കത്തുന്നില്ല. ലോട്ടറി അടിച്ചു ഇപ്പൊ ആൾക്കാരെ ഈ ലോട്ടറി കട്ടുകൊണ്ട് പോകാൻ വേണ്ടിയൊക്കെയുള്ള ഇങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ നമ്മൾ പത്രത്തിൽ ഒരു ഉണ്ണാതെ ഉറങ്ങാതിരുന്ന ഈ ലോട്ടറിയൊക്കെ കൂട്ടി വെച്ച് തലയിണയിലോ അതുപോലൊക്കെ എന്ത് ലോക്കറി കൊണ്ട് വെക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്ന, അപ്പൊ അതുപോലെ ഭയങ്കര ഭദ്രമായിട്ട്. അപ്പം ഇവിടെ പറയുക, നിങ്ങളാകുന്ന ഈ റെക്കമെൻഡേഷൻ ലെറ്ററിനെ
ഞാൻ എവിടെ സൂക്ഷിച്ചു, ഞാൻ എന്റെ ഹൃദയത്തിലാണ് സൂക്ഷിക്കുന്നത്, എന്റെ ആത്മാവില്, എന്റെ ഹൃദയത്തില് ഞാൻ സൂക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മള് ഇവിടെ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ, ഫിലിപ്പിയർ 1-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിലും പൗലോസ് കൊരിന്ത്യരെ മാത്രമല്ല, പൗലോസിന്റെ ഹൃദയത്തിൽ കുറെ ആൾക്കാരുണ്ട് കേട്ടോ. നമ്മള് അപ്പം കൊരിന്ത്യരെ മാത്രമല്ല സൂക്ഷിക്കുന്നത്. ഫിലിപ്പിയർ 1-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം കണ്ടോ, കൃപയിൽ എനിക്ക് കൂട്ടാളികളായി നിങ്ങളെ ഒക്കെ ഫിലിപ്പിയ വിശ്വാസികളോട് പറയൂ, എന്റെ ബന്ധനങ്ങളിലും സുവിശേഷത്തിന്റെ പ്രതിവാദത്തിലും സ്ഥിരീകരണത്തിലും ഞാൻ എന്റെ ഹൃദയത്തിൽ വഹിച്ചിരിക്കുകയുണ്ട്. അങ്ങനെ നിങ്ങളെ എല്ലാവരെയും കുറിച്ച് വിചാരിക്കുന്നത് എനിക്ക് ന്യായമല്ലോ. ഐ ഹാവ് യു ഇൻ മൈ ഹാർട്ട്. ഓ, എത്ര വലിയൊരു സ്റ്റാൻഡേർഡ്. ആ ഒരു ആത്മീയ പിതാവ് നമ്മളുടെ കൂട്ടു സഹോദരങ്ങളെ, നമ്മളുടെ ആത്മീയ മക്കളായിട്ട് നമ്മൾ കരുതുന്നവരെ, നമ്മുടെ കൂട്ടു സഹോദരങ്ങളെ, നമ്മളുടെ അക്ഷരികമായിട്ടുള്ള മക്കളെ തന്നെ, അക്ഷരിക മക്കൾ നമ്മുടെ ആത്മീയ മക്കളും ആയിരിക്കണമല്ലോ. നമ്മളുടെ ഭാര്യ മക്കളെയൊക്കെ നമ്മളുടെ ഹൃദയത്തിലാണ് നമ്മൾ സൂക്ഷിക്കുന്നത്. ഐ ഹാവ് യു ഇൻ മൈ ഹാർട്ട്. അതുപോലൊരു ഭാരം അവരെ കുറിച്ച് ഉണ്ടായിരുന്നു. നമ്മളുടെ കൂട്ടു സഹോദരങ്ങളെ കുറിച്ച്, നമ്മളുടെ കുഞ്ഞുങ്ങളെ കുറിച്ച്, നമ്മളുടെ ചെറുപ്പക്കാരെ കുറിച്ച്, നമ്മളുടെ കൂട്ടു സഹോദരിമാരെ കുറിച്ച്, കൂട്ടു സഹോദരന്മാരെ കുറിച്ച്, നമ്മളുടെ വന്യവയോധികരായിട്ടുള്ള സഹോദരങ്ങളെ കുറിച്ച്, ഓരോരുത്തരെ കുറിച്ചും കർത്താവേ, അവരെ ഞാൻ എന്റെ ഹൃദയത്തിൽ വഹിക്കുന്നു. അതാ പൗലോസ് ഒരു ആത്മീയ അപ്പോസ്തലനായിട്ട് പറയാം, ഞാൻ എന്റെ ഹൃദയത്തിൽ വഹിച്ചിരിക്കുകയുണ്ട് എന്നാ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ തിരിച്ച് 2 കൊരിന്ത്യർ 3 വരാം. അത് പൗലോസ് പറയുന്നേ, ഞങ്ങളുടെ ഹൃദയത്തിൽ എഴുതിയതായി സകല മനുഷ്യരും അറിയുന്നതും വായിക്കുന്നതുമായ ഞങ്ങളുടെ പത്രം നിങ്ങൾ തന്നെ. യു ആർ അവർ ലെറ്റർ റിട്ടൺ ഇൻ അവർ ഹാർട്ട്സ്. അപ്പം അത് ഓരോ മനുഷ്യാത്മാവിലും ദൈവം എഴുതുവാണ് ഈ ലെറ്റർ. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് പൗലോസ് എവിടെ സൂക്ഷിക്കുന്നു വെച്ചാൽ, പൗലോസിന്റെ ഹൃദയത്തിൽ അത് സൂക്ഷിക്കും. നമ്മളുടെ ആത്മീയ നേതാക്കളായിട്ടുള്ള നമ്മളുടെ ആത്മീയ പിതാക്കന്മാരെ പോലുള്ള നമ്മുടെ സഹോദരങ്ങള് നമ്മളെ അവരുടെ ഹൃദയത്തിൽ സൂക്ഷിച്ച് നമുക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നു എന്നുള്ള ഒരു ആശ്വാസം നമുക്ക് അവിടെ കാണാം. അതാ നമ്മളവിടെ കാണുന്നത്. യു ആർ അവർ ലെറ്റർ റിട്ടൺ അവർ ഹാർട്ട്സ് നോൺ ആൻഡ് റെഡ് ബൈ ഓൾ മെൻ. അത് ബാക്കിയുള്ളവർക്കെല്ലാം കാണുവാൻ തക്കമാണ്. ഇത് ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുക ആയതുകൊണ്ട് ആർക്കും കാണാൻ പറ്റാതെ ഒളിപ്പിച്ച് വെച്ചേക്കുക എന്നുള്ളതല്ല, പക്ഷെ ഇത് ഹൃദയത്തിലാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നില്ല. ഇത് എല്ലാവർക്കും കാണാനും വായിക്കാനും പറ്റും. അത് നമ്മളുടെ ജീവിതങ്ങൾ മറ്റുള്ളവർക്കൊരു 5-ാമത്തെ സുവിശേഷമായിട്ട്. അത് കഴിഞ്ഞിട്ട് പറയാം, ഞങ്ങളുടെ ശുശ്രൂഷയാൽ ഉണ്ടായ, അതിന്റെ 3-ാമത്തെ വാക്യം, 2 കൊരിന്ത്യർ 3-ാമത്തെ വാക്യം, ഞങ്ങളുടെ ശുശ്രൂഷയാൽ ഉണ്ടായ ക്രിസ്തുവിൻ പത്രമായി നിങ്ങൾ വെളിപ്പെടുന്നുവല്ലോ. ഞങ്ങളുടെ ശുശ്രൂഷയാൽ ഉണ്ടായ, അല്ലെങ്കിൽ ഞങ്ങൾ ശുശ്രൂഷിക്കുന്നതായ, NASB ഇങ്ങനെ കെയർഡ് ഫോർ ബൈ us, ഞങ്ങൾ ശുശ്രൂഷിക്കുന്നതായ നിങ്ങൾ, ഞങ്ങളുടെ ശുശ്രൂഷയാൽ ഉണ്ടായ എന്ന് പൗലോസ് പറഞ്ഞാൽ, പൗലോസിന്റെ ശുശ്രൂഷയിലാണ് അവിടെ കൊരിന്ത്യയിലെ വിശ്വാസികളൊക്കെ അവർ ആത്മീയമായിട്ട് ജനിച്ചത്. പിന്നെ ഞങ്ങൾ ശുശ്രൂഷിക്കുന്ന ഡയക്കനാവോ എന്ന് പറഞ്ഞൊരു വാക്ക്, ഡീക്കൺ എന്നുള്ള പദമൊക്കെ വരുന്ന ഡയക്കനാവോ, ശുശ്രൂഷിക്കുന്ന, ഞങ്ങൾ ശുശ്രൂഷിക്കുന്ന, കെയർ ഫോർ മിനിസ്റ്റർ എന്നൊക്കെയുള്ള ഒരു അർത്ഥമുള്ള ഒരു വാക്കാണ്. നിങ്ങളെ ശുശ്രൂഷിക്കുക, നിങ്ങളുടെ ആത്മീയമായിട്ടുള്ള, ഇപ്പൊ കുഞ്ഞുങ്ങളെ ആണെങ്കിൽ അമ്മമാര് ജനിച്ചു വെറുതെയുള്ള കുഞ്ഞുങ്ങളെ ശുശ്രൂഷിക്കുന്ന, ഡയപ്പറൊക്കെ മാറ്റി അതൊക്കെ വേണ്ടുന്ന സമയത്ത് ഇതെല്ലാം കുഞ്ഞിനെ ക്ലീൻ ചെയ്തൊക്കെ വെച്ച് അതിന് പാലും പോഷണവും കാര്യങ്ങളും വിശ്രമവും ഉറക്കമൊക്കെ കൊടുത്ത് ആ കുഞ്ഞിനെ ശുശ്രൂഷിക്കുന്നത് പോലെ പൗലോസ് ഒരു ആത്മീയ പിതാവായിട്ട്, ഒരു ആത്മീയ മാതാവായിട്ട്, ആത്മീയ പിതാവ് മാത്രമല്ല പൗലോസ് ഒരു ആത്മീയ മാതാവും കൂടെ ആയിരുന്നു. ഇന്ന് എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? 1 തെസ്സലോനിക്കറിൽ പൗലോസ് ഒരു ആത്മീയ മാതാവിന്റെ റോളും കൂടെ എടുക്കുന്നതായിട്ട് നമ്മളവിടെ കാണുന്നുണ്ട് അല്ലേ? 1 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തില് അങ്ങനെ ഒരു വാക്കുണ്ട്. ഞങ്ങള് അതിന്റെ 11-ാമത്തെ വാക്യത്തില് പിതാക്കന്മാരെന്നുള്ള, പിതാവിനെ പോലെ എന്ന് പറയുന്നുണ്ട്. 1 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തില്, മലയാളത്തില് 12-ാമത്തെ വാക്യത്തില്, ഇംഗ്ലീഷില് 11-ാമത്തെ വാക്യത്തിൽ, ഞങ്ങൾ നിങ്ങളിൽ ഓരോരുത്തരെ അപ്പൻ മക്കളെ എന്ന പോലെ പ്രബോധിപ്പിച്ചും ഉത്സാഹിപ്പിച്ചും സാക്ഷ്യം പറഞ്ഞും പോന്നു എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ എന്ന് പറയുന്നുണ്ട്. അതിന് മുമ്പായിട്ട് 7-ാമത്തെ വാക്യം, അതെ, മാതാക്കൾ അത് സഹോദരി പെട്ടെന്ന് പെട്ടെന്ന് വരെ 7-ാമത്തെ വാക്യം, ഒരു അമ്മ തന്റെ കുഞ്ഞുങ്ങളെ പോറ്റും പോലെ ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ആർദ്രതയുള്ളവരായിരുന്നു. അപ്പൊ ഒരു അമ്മ, ആത്മീയമായിട്ടുള്ള ഒരു അമ്മയുടെ ഒരു റോളും, we prove to be gentle among you as a nursing mother tenderly cares for her own children. ഒരു അമ്മ തന്റെ കുഞ്ഞുങ്ങളെ പോറ്റും പോലെ. അപ്പൊ അവിടെ കൊരിന്ത്യ വിശ്വാസികളെ മാത്രമല്ല അമ്മയെ പോലെ അച്ഛനെ പോലെ ശുശ്രൂഷിച്ചത് തെസ്സലോനിക്ക വിശ്വാസികളെ, ഫിലിപ്പിയ വിശ്വാസികളെ ഹൃദയത്തിൽ സൂക്ഷിച്ച കാര്യം പറയുന്നുണ്ട്. നമ്മളുടെ കൂട്ടു സഹോദരങ്ങളെ അതുപോലെ ശുശ്രൂഷിക്കേണ്ടതായിട്ടുള്ള ചുമതല നമുക്കുണ്ട്. ഈവൻ ഗലാത്യർ 4:19 നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുണ്ട്. നമ്മൾ പലപ്പോഴും കോട്ട് ചെയ്തിട്ടുള്ള പദവ. അവിടെ പ്രസവ വേദനപ്പെടുന്നു ക്രിസ്തു ഉരുവാകുവോളം, അല്ലെങ്കിൽ കുറച്ചുകൂടെ കറക്റ്റായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുക ക്രിസ്തു രൂപപ്പെടുവോളം.
അവരിൽ ഉരുവായി, എന്നാൽ അവരിൽ ക്രിസ്തുവിന്റെ രൂപമൊന്നും വന്നില്ല. ഗലാത്യർ 4:19 വാക്യത്തില് നമ്മളിങ്ങനെ വായിക്കുന്ന പൗലോസ് പറയുക, ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ എന്ന് പറയുക. എന്താ കുഞ്ഞുങ്ങളെ എന്ന് പറയുന്നത്? ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുവോളം എന്ന് കുറച്ചുകൂടെ കറക്റ്റായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാം. മർപ്പാവോ എന്ന് പറഞ്ഞൊരു പദവാ. മോർഫിംഗ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. മാർഫേ എന്ന് പറഞ്ഞാൽ ഫോം, മർപ്പാവോ എന്ന് പറഞ്ഞാൽ രൂപപ്പെടുക. അപ്പം ക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് രൂപപ്പെടുവോളം ക്രിസ്തുവിനെ, മറ്റുള്ളവർക്ക് യേശുവിനെ കാണുവാനൊക്കെ വേണം. ഇപ്പൊ യേശുവിന്റെ പത്രങ്ങളാകുമെന്ന് പറയുമ്പോഴും ആ ഒരു കാര്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റുള്ളവർക്ക് നമ്മളിൽ യേശുവിനെ സ്പർശിക്കാൻ കഴിയുവോളം, മറ്റുള്ളവർക്ക് യേശുവിനെ കേൾക്കുവാനും കാണുവാനും ഒക്കെ ആയിട്ട് നമ്മളിലൂടെ പറ്റുന്ന ഒരു അവസ്ഥ. അതാ ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുവോളം ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നവരായ എന്റെ കുഞ്ഞുങ്ങളെ പിന്നെയും പ്രസവവേദന അനുഭവിച്ച് ക്രിസ്തു രൂപപ്പെടുവോളം. അതുപോലെ നമ്മളുടെ കുഞ്ഞുങ്ങളെ കുറിച്ച്, നമ്മളുടെ കൂട്ടുസഹോദരങ്ങളെ കുറിച്ച് നമുക്ക് അതുപോലെ ഒരു ഭാരമുണ്ടോ? അതാ നമ്മളിവിടെ തിരിച്ച് 2 കൊരിന്ത്യർ 3 നമ്മൾ വരുമ്പോൾ 2 കൊരിന്ത്യർ 3:3 ഞങ്ങളുടെ ശുശ്രൂഷയാൽ ഉണ്ടായ, അല്ലെങ്കിൽ ഞങ്ങൾ ശുശ്രൂഷിക്കുന്നതായ, ഞങ്ങൾ പോറ്റിപ്പുലർത്തുന്നതായ, ഞങ്ങൾ കെയർ ഫോർ ചെയ്യുന്നതായ അപ്പനെ പോലെ അമ്മയെ പോലെ ഞങ്ങൾ കെയർ ചെയ്യുന്ന നിങ്ങൾ ക്രിസ്തുവിന്റെ പത്രമായി നിങ്ങൾ വെളിപ്പെടുന്നു. അത് യേശുവിന്റെ പത്രമാണ്, പൗലോസിന്റെ പത്രം എന്നുള്ള ഇതിലല്ല. ശരിയാണ്, പൗലോസിന്റെ ഹൃദയത്തിൽ അത് സൂക്ഷിക്കുന്നില്ല. ഇത് യേശുവിന്റെ പത്രമാണ്. മറ്റുള്ളവർക്ക് ഇത് യേശു എഴുതുന്ന ഒരു പത്രമാണ്. യേശുവാണ് ഇതിന്റെ രചയിതാവ്. അതാ ലെറ്റേഴ്സ് ഓഫ് ക്രൈസ്റ്റ്. അതാ നമ്മളിവിടെ അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ യു ആർ എ ലെറ്റർ ഓഫ് ക്രൈസ്റ്റ് എന്നുള്ളൊരു കാര്യം നമ്മൾ വായിക്കുന്നത്. അതാ ക്രിസ്തുവിന്റെ പത്രമായി നിങ്ങൾ വെളിപ്പെടുന്നുവല്ലോ, അത് മഷി കൊണ്ടുള്ള ജീവനുള്ള ദൈവത്തിന് ആത്മാവിനാൽ അത്ര കൽപ്പലകയിലല്ല, ഹൃദയം എന്ന മാംസപ്പലകയിൽ തന്നെ എഴുതിയിരിക്കുന്നു. നമ്മളുടെ ഹൃദയത്തില് നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പം കർത്താവ് ഈ വിശ്വാസത്തിന്റെ നായകനും വിശ്വാസത്തിന്റെ രചയിതാവെന്ന് നമ്മൾ എബ്രായർ 12:2 നമ്മൾ വായിക്കുമ്പോൾ വിശ്വാസം കർത്താവ് എഴുതാൻ തുടങ്ങുന്നത് മാത്രമല്ല, വിശ്വാസം പരിശുദ്ധാത്മാവിന്റെ ഫലത്തിന്റെ ഒരു പാർട്ടാണ്. നമ്മളുടെ സ്നേഹവും സന്തോഷവും സമാധാനവും യേശുവിന്റെ ഭാവം, യേശുവിന്റെ സ്നേഹമാകട്ടെ, കാർക്കശ്യമാകട്ടെ, കർത്താവിന്റെ ആ സ്വഭാവത്തിലേക്ക് നമ്മളെ അനുരൂപപ്പെടുത്തണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. യേശുവിനെ പോലെ ക്രിസ്ത്യാനികളില്ലായിരുന്നെങ്കിൽ ഞാനിന്ന് ക്രിസ്ത്യാനി ആയി പോയതെന്ന് മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ ശരി, ക്രിസ്ത്യാനികളെ നോക്കുമ്പോൾ ക്രിസ്തുവിനെ ഒന്നും കാണാൻ പറ്റുന്നില്ല എന്നുള്ളത്. അത് ഓഫ്കോഴ്സ് ഒരു ഒഴുകിടുവല്ല, എങ്കിൽ പോലും അദ്ദേഹത്തിന് ആ വാക്കിൽ നിന്ന് നമുക്കതൊരു ഇന്ന് മറ്റുള്ളവർക്ക് നമുക്കിപ്പോൾ വേറെ വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മളുടെ കുടുംബത്തിലുള്ളവർക്ക്, നമ്മുടെ വീട്ടിലുള്ളവർക്ക്, നമ്മളോട് ഇടപെടുന്നവർക്ക്, നമ്മളുടെ കൂടെ ജോലി ചെയ്യുന്നവർക്ക്, നമ്മളുടെ കൂടെ പഠിക്കുന്നവർക്ക്, നമ്മളെ കണ്ടുമുട്ടുന്നവർക്ക്, നമ്മുടെ കടയിലോ പാടത്തോ പറമ്പത്തോ യാത്രയിലോ ഒക്കെ നമ്മളെ കണ്ടുമുട്ടുന്നവർക്കൊക്കെ ആ ഒരു ക്രിസ്തുവിന്റെ സൗരഭ്യവാസന മറ്റുള്ളവർക്ക്, നമുക്ക് ചിലപ്പോൾ ഒത്തിരി കാര്യങ്ങളൊന്നും പറയാൻ പറ്റത്തില്ലായിരിക്കും, എങ്കിലും ആ ഒരു നമ്മളെ കാണുന്നവർക്ക് യേശുവിനെ മുഴുവനായിട്ട് കാണാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ നമ്മൾ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ ഒരു ചെറിയ പാട്ടാണ്. എന്നാൽ ക്രിസ്തുവിനെ ഒരു വർദ്ധിക്കുന്ന ഒരളവില് മറ്റുള്ളവർക്ക് നമ്മളിൽ കാണാൻ പറ്റുന്നുണ്ടോ? കർത്താവിന്റെ ഈ എഴുത്തിന്റെ കാര്യം പറയുമ്പം കർത്താവ് എഴുതുന്ന ഒരു പ്രയോഗം പറയുന്ന വേറൊരു വാക്യം നമുക്കറിയാം. എബ്രായ ലേഖനം 8-ാം അധ്യായത്തില് നമ്മൾ പലപ്പോഴും സാക്വേറ പുതിയ ഉടമ്പടിയെ കുറിച്ച് പറയുമ്പോൾ ആ 2 കൽപ്പലകളിൽ എഴുതുന്ന ആ ഒരു രംഗത്തെ കുറിച്ച് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. എബ്രായർ 8-ാം അധ്യായത്തിലേക്ക് നമ്മളൊന്ന് വരുവാണെങ്കിൽ അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നത്, അവിടെ ഈ 2 കൽപ്പലകൾ നമ്മളുടെ മനസ്സും നമ്മളുടെ ഹൃദയവുമാണെന്നുള്ളൊരു കാര്യമാണ് നമ്മളവിടെ വായിക്കുന്നത്. എബ്രായർ 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എബ്രായർ 8 അതിന്റെ 10-ാമത്തെ വാക്യം, അതാ നമ്മള് എബ്രായർ 8:10 അത് യഥാർത്ഥത്തില് യെരമ്യാവിൽ നിന്ന് കൂട്ടി ചെയ്തേക്കുക. യെരമ്യാവ് 31 മുതലുള്ള വാക്യങ്ങൾ ഇവിടെ നമ്മൾ ഉദ്ധരിച്ചിരിക്കുന്നതാണ് വായിക്കുന്നത്. പുതിയ ഉടമ്പടിയെ കുറിച്ച് യെരമ്യാവ് പഴയ നിയമത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മളിവിടെ വായിക്കുക. എബ്രായർ 8-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ ഈ കാലം കഴിഞ്ഞ ശേഷം, അതായത് ആ പഴയ ഉടമ്പടിയൊക്കെ കഴിഞ്ഞ ശേഷം, ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു. ഇസ്രായേലിനോട് ചെയ്യാൻ ദൈവം ആഗ്രഹിച്ച്, എന്നാൽ ഇസ്രായേല് ജനതയായിട്ട് കർത്താവിനെ അവരെ തള്ളിക്കളഞ്ഞു. എന്നാൽ ഇസ്രായേലിന്റെ ഒരു ശേഷിപ്പായിട്ടുള്ള ആ 11 ശിഷ്യന്മാര് അവര് യഹൂദന്മാരായിരുന്നു. അവരിലൂടെ ദൈവം പിന്നെ വലിയ കാര്യങ്ങളെ ചെയ്തു സഭയാകുന്ന ഇസ്രായേലിനായിട്ട്. അതാ നമ്മൾ വായിക്കുന്നേ, ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു, ഞാൻ എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും, ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായിരിക്കും. അവിടെയും കർത്താവ് എഴുതുന്ന ഒരു കാര്യമാണ് പറയുന്നത്. എന്താ പറയുന്നത് അവിടെ? നമ്മളുടെ ഉള്ളിലാക്കി എന്ന് പറയുന്നത് ഐ വിൽ പുട്ട് മൈ ലോസ് ഇൻ ദ മൈൻഡ്സ് എന്നാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. എന്റെ വചനങ്ങളെ, എന്റെ ന്യായപ്രമാണങ്ങളെ അവരുടെ മനസ്സിലാക്കും. മനസ്സിൽ ദൈവം ഉള്ളിലാക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലാക്കും.
അപ്പൊ മനസ്സിൽ ആദ്യം എഴുതും. മനസ്സാകുന്ന കൽപ്പലകയുണ്ട്. ഹൃദയം എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിനെ കുറിക്കുന്നു. മനസ്സെന്ന് പറഞ്ഞാൽ നമ്മുടെ ദേഹിയുടെ ഒരു പാർട്ടാണ് നമ്മളുടെ മനസ്സെന്ന് പറയുന്നത്. നമ്മളുടെ അപ്പൊ ആ മനസ്സില് കർത്താവ് ഇത് എഴുതുന്നു എന്ന് പറഞ്ഞാല് എന്താ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാല്, യേശു കർത്താവ് നമ്മൾ രക്ഷിക്കപ്പെട്ട സമയം മുതൽ കർത്താവ് നമ്മുടെ ജീവിതത്തെ എഴുതാൻ പെടാപ്പാട് വിടുകയാണ്. അപ്പോ യേശുവിനെ എഴുതി തീർക്കുവാനായിട്ട് കർത്താവ് ശ്രമിക്കുവാണ്. പലപ്പോഴും നമ്മള് കർത്താവിന് കീഴടങ്ങി കൊടുക്കാതെ കൊച്ചു പിള്ളേർ ഈ കൈയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചൊക്കെ വെക്കുമ്പോഴത്തേക്കും നീ ഒന്ന് അടങ്ങിയാൽ ഞാനൊന്ന് എഴുതാമെന്ന് അപ്പനമ്മമാര് പറയുന്നത് പോലെ കർത്താവ് വെയിറ്റ് ചെയ്യുവാണ് നമ്മൾ അടങ്ങുന്നതിന് വരെ. നമ്മുടെ സ്വയത്തിന് മരിക്കും. നമ്മുടെ സ്വയത്തിൽ നമ്മൾ റെസ്റ്റ്ലെസ് ആയിട്ടിരിക്കുമ്പോൾ ദൈവത്തിനൊന്നും എഴുതാനൊന്നും പറ്റത്തില്ല. നമ്മളെ സ്വയത്തിനങ്ങ് മരിച്ച്, സ്വന്തം ഇഷ്ടത്തിനങ്ങ് മരിച്ച് കർത്താവിനായിട്ട് അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എൻ വാക്ക് ആശ്വാസം, നിന്റെ മനസ്സിന്റെ കൂടുതലൊക്കെ ഒക്കെ എന്റെ വാക്കാൽ ശ്രമിക്കും എന്ന് പറഞ്ഞ പോലെ കർത്താവിന്റെ വചനത്തിന് നമ്മളങ്ങ് കർത്താവെ ശരിയാണ്, ചിലരോട് നമുക്ക് ക്ഷമിക്കാൻ പ്രയാസമാണ്, ചിലരോട് നമുക്ക് അങ്ങ് കർത്താവെ അങ്ങ് അവരെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ചില ആകുല ചിന്തകള്, അല്ലെങ്കിൽ ചില ദുർമോഹങ്ങള്, അതുപോലെയൊക്കെയുള്ള പല പല പാപത്തിൻ്റെതായ പല പല പോരാട്ടങ്ങളുടെ ഇടയിൽ കർത്താവെ എന്റെ സ്വന്തം ശക്തിയിൽ എന്റെ സ്വന്തം ഇഷ്ടത്തിന് ഞാൻ പോവുകയാണെങ്കിൽ കർത്താവെ യേശുവിനെ എഴുതുവാനും കർത്താവിന് കഴിയത്തില്ല. കർത്താവെ അവിടുന്ന് പിന്നില് യേശുവിനെ എഴുതണം. ആ വചനം കർത്താവെ ഞാൻ കൃപയ്ക്ക് അധീനരായതുകൊണ്ട് പാപത്തിന് എന്റെ മേൽ കർത്തൃത്വം നടത്താൻ സാധിക്കില്ല എന്നുള്ള ഒരു വചനം കർത്താവെ അത് എന്റെ ഹൃദയത്തിൽ എഴുതണം. എപ്പോഴും സന്തോഷിക്കും. നമ്മള് റോമർ 4:14 ഞാനിപ്പോ പറഞ്ഞ് കൃപയ്ക്ക് അധീനതയാകിയ പാപം നിങ്ങളെ മേൽ കർത്തൃത്വം നടത്തുകയില്ല. നമ്മളത് കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ ആ വാക്യം നമ്മൾ കണ്ടായിരുന്നു. നമ്മൾ കൃപയ്ക്ക് അധീന അതുപോലെ ദൈവത്തിന്റെ ഓരോ വാഗ്ദത്തങ്ങള്, ദൈവത്തിന്റെ കൽപ്പനകളും ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളാണെന്ന് നമുക്ക് പറയാം. എങ്ങനെയാ ദൈവത്തിന്റെ കൽപ്പനകള് ദൈവം നമ്മളിൽ അത് ഫുൾഫിൽ ചെയ്താലേ അത് നമുക്ക് അനുഭവിക്കാനൊക്കെ ഉള്ളൂ. അപ്പം എപ്പോഴും സന്തോഷിക്കുവിൻ എന്നുള്ളത് കർത്താവെ അത് അവിടുത്തെ കൽപ്പനയാണെങ്കിൽ അത് പിന്നിൽ ഒന്ന് നിവർത്തിക്കുവാൻ അവിടത്തേക്ക് പറ്റും. കർത്താവ് എപ്പോഴും അങ്ങനെ ഒരു സന്തോഷം, ഒന്നിനെ കുറിച്ച് ആകുലപ്പെടാതിരിക്കുക എന്ന് അവിടെ ഫിലിപ്പിയർ 4-ാമത്തെ വാക്യത്തിൽ എപ്പോഴും സന്തോഷിക്കുവിൻ, അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ ഒന്നിനെ കുറിച്ച് ആകുലപ്പെടരുത്. പിന്നെ സകല ക്രോധവും കോപവും ഒക്കെ നിങ്ങളിൽ നിന്ന് നീങ്ങിയിരിക്കട്ടെ എന്ന് നമ്മൾ നമ്മളിപ്പോ ദൈവത്തിന്റെ വചനങ്ങൾ എഴുതുന്ന കാര്യം പറഞ്ഞു വരുന്നത്. എഫേസർ 4 ആ വാക്യം നിങ്ങൾക്ക് അറിയോ? 29, 30 അതിന്റെ 30-31 വാക്യങ്ങളില സകല കോപവും നമ്മളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കട്ടെ എന്ന് പറയുന്നത്. നമ്മൾ കോപിക്കുന്ന കൊലപാതകത്തിന് തുല്യമെന്നൊക്കെ മത്തായി 5-ാം വാക്യമൊക്കെ നമുക്കറിയാം. എഫേസർ 4 എന്താ നമ്മളവിടെ വായിക്കുന്നത്? എഫേസർ 4 അതിന്റെ 31 വാക്യം, എല്ലാ കയ്പും കോപവും ക്രോധവും കൂറ്റാരവും എന്ന് പറയുന്ന ചെറിയ കാര്യത്തിന് ഭയങ്കര ബഹളം വെക്കുന്ന കാര്യം, ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. സകല കയ്പ്, കോപം, ക്രോധം, കുറ്റാരം, ദൂഷണം, പരദൂഷണം, സകല ദുർഗുണം അതെല്ലാം നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. അതുപോലെ നമ്മൾ അതിന്റെ തൊട്ട് മുമ്പ് 29-ാമത്തെ വാക്യത്തിൽ നമ്മുടെ വാക്ക് മറ്റുള്ളവർക്ക് കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കുന്ന വാക്ക് പറയണം. അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാല് ദൈവത്തിന്റെ വചനത്തിലെ ഓരോരോ സ്റ്റാൻഡേർഡുകൾ അത് എന്റെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് തീരണം. ആ വചനം അത് ഇപ്പോ പേപ്പറിനകത്ത് പ്രിന്റിങ്ങില് എന്റെ മുമ്പിലുണ്ട്. എന്നാൽ ഇത് എന്റെ ഹൃദയപലകമേല് കൽപ്പലകമേല് കർത്താവ് വന്ന സിനായി പർവ്വതത്തിൽ കൽപ്പലകമേല് കർത്താവിന്റെ വിരലാകുന്ന പരിശുദ്ധാത്മാ കൊണ്ട് എഴുതി നൽകിയതൊക്കെ നമ്മൾ അവിടെ ആ പുറപ്പാട് 31-18 നമ്മൾ വായിച്ചു. ഇന്ന് കർത്താവ് പരിശുദ്ധാത്മാവാകുന്ന മഷി കൊണ്ട്, കർത്താവിന്റെ പരിശുദ്ധാത്മാവാകുന്ന വിരൽ കൊണ്ട് എന്റെ ഹൃദയപലകമേല് എന്റെ ആത്മാവില് കർത്താവ് ഈ വചനം എഴുതുമ്പോൾ ആദ്യം കർത്താവ് അത് മനസ്സിൽ എഴുതും, പിന്നെ ആത്മാവിൽ എഴുതും, ഹൃദയത്തിൽ എഴുതും. അതാണ് നമ്മളെ ആദ്യം മനസ്സിലാക്കി എന്നാൽ ഐ വിൽ പുട്ട് മൈ ലോസ് ഇൻ ടു ദെയർ മൈൻഡ്സ് എന്ന് നമ്മളവിടെ വായിക്കുന്നുണ്ട്. നമ്മൾ ഇതേ ഉദ്ധരണി തന്നെ കുറച്ച് 2 അധ്യായം കഴിഞ്ഞ് എബ്രായർ 10-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ മനസ്സിൽ എഴുതുന്ന കാര്യവും അവിടെ പറയുന്നുണ്ട്. അതിന്റെ 10-ന്റെ 16-ാമത്തെ വാക്യം, ഇതേ എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന് 16-ാമത്തെ വാക്യത്തിൽ ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ അവരോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു, എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതുന്ന മലയാളത്തിൽ അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്തേക്കുന്നത്. ഇംഗ്ലീഷില് ഐ വിൽ പുട്ട് മൈ ലോസ് അപ്പോൺ ദ ഹാർട്ട്സ് ആൻഡ് ഓൺ ദ മൈൻഡ് ഐ വിൽ റൈറ്റ് ദം. അവരുടെ മനസ്സിൽ എഴുതുന്ന ഒരു കാര്യം അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മളുടെ മനസ്സിലും ഹൃദയത്തിലും എഴുതുക എന്ന് പറഞ്ഞാല് നമ്മളത് സാക്രിഫൈസ് കേട്ടിട്ടുണ്ട്. ആ ഒരു കാര്യം മനസ്സിൽ എഴുതുക എന്ന് പറഞ്ഞാല് നമുക്ക് ദൈവവചനം അനുസരിക്കാനുള്ള വലിയൊരു ആഗ്രഹം ദൈവം തരുന്നതിന് തുല്യമാണ്. എന്ന് പറഞ്ഞാൽ എന്താ, കർത്താവേ ഒന്നിനെ കുറിച്ച് ആകുലപ്പെടരുത്, അല്ലെങ്കിൽ കൃപ ലഭിക്കുന്ന വാക്കുകൾ മാത്രം, മറ്റുള്ളവർക്ക് കേൾക്കുന്ന കൃപ ലഭിക്കുന്ന വാക്കുകൾ മാത്രം സംസാരിക്കണം, അല്ലെങ്കിൽ അതുപോലുള്ള ഒരു കർത്താവ് മനസ്സിലുള്ളവനെ പോലെ കർത്താവേ എനിക്ക് മനസ്സിലുവാകണം.
എനിക്ക് കോപത്തെ ജയിക്കണം, അല്ലെങ്കിൽ മോഹത്തെ ജയിക്കണം, അല്ലെങ്കിൽ ആകുല ചിന്തകളെ ജയിക്കണം, അങ്ങനെയൊക്കെയുള്ള ദൈവജനത്തിന്റെ എപ്പോഴും സന്തോഷിക്കണം, എല്ലാത്തിലും കർത്താവിന് നന്ദി പറയണം, അങ്ങനെയൊക്കെയുള്ള ആ ഒരു ദൈവത്തിന്റെ സന്നിധിയിൽ എപ്പോഴും വസിക്കുന്ന ആ ഒരു ജീവിതം, കർത്താവിനുള്ള ഇടപെടാതെയുള്ള ഒരു കൂട്ടായ്മയുള്ള ഒരു ജീവിതം, അത് അങ്ങനെയൊക്കെയുള്ള വലിയൊരു സ്റ്റാൻഡേർഡ് ആദ്യം ദൈവം നമുക്ക് അങ്ങനെയുള്ള ഒരു ജീവിതത്തിന് വേണ്ടി ഒരു ആഗ്രഹം തരും. പിന്നെ ദൈവം നമുക്ക് അതിനുള്ള ശക്തി തരും. അപ്പൊ ആഗ്രഹം തരുന്നതാണ് മനസ്സിൽ എഴുതുന്നത്. അതിനുള്ള ശക്തി കിട്ടുന്നു എന്ന് വെച്ചാല് അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുസരണമായി തീരുന്നതാണ് ഹൃദയത്തിൽ അല്ലെങ്കിൽ ആത്മാവിൽ എഴുതുന്ന ഒരു കാര്യം. അപ്പൊ ആദ്യം നമ്മളുടെ മനസ്സിൽ അത് എഴുതുക എന്ന് പറഞ്ഞാല് അത് എങ്ങനെ, അത് സാഗ്ലോഡ് നമ്മളത് കേട്ടിട്ടുണ്ട്. വേറെ അത് ഏത് വചനമായിട്ട് കോറിലേറ്റ് ചെയ്തുകൊണ്ട് വേറെ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വേറെ പലതവണ ഇത് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഫിലിപ്പ് 2-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യമായിട്ട് ബന്ധപ്പെടുത്തി വേറെ അത് പറയുന്നത് ആ ഒരു മനസ്സിലും ഹൃദയത്തിലും എഴുതുന്ന ഒരു കാര്യം എന്നുവെച്ചാല് ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തില് ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവള്ളം ഉണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇച്ഛിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ആഗ്രഹിക്കുക. അപ്പൊ ആ ഒരു ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാനുള്ള ഒരു ഇച്ഛ, ഒരു ആഗ്രഹം, തെലോ എന്ന് പറഞ്ഞൊരു ഗ്രീക്ക് പദം അവിടെ വെച്ചിരിക്കുന്നത്. ടു വിൽ, ഐ വോണ്ട് ടു ഡു യുവർ വിൽ. ഇപ്പൊ ഇന്ന് നമ്മൾ നോക്കുവാണെങ്കിൽ ക്രിസ്ത്യ ലോകത്ത് തന്നെ യേശുവിനെ പോലെ ആകാൻ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ ആ ആഗ്രഹമുള്ളവർ തന്നെ വളരെ ചുരുക്കുക. രക്ഷിക്കപ്പെട്ടു, ഇനിയിപ്പോ എങ്ങനെയെങ്കിലുമൊക്കെ കുറെ പേരും കൂടെ സുവിശേഷമൊക്കെ പറഞ്ഞ് കുറെ കൺവെൻഷനൊക്കെ അറ്റൻഡ് ചെയ്ത് എങ്ങനെയെങ്കിലും സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു മിനിമം അജണ്ട മതി ആൾക്കാർക്ക്. അപ്പൊ ആ ആഗ്രഹത്തിൽ ദൈവത്തിന്റെ വചനം അനുസരിക്കാനുള്ളത്, അത് അനുസരിക്കണം, എന്റെ ജീവിതത്തിൽ അത് അനുഭവമാക്കി എനിക്കൊരു വെളിപ്പാടായിട്ട് ആയിത്തീരണം, എനിക്ക് യേശുവിനെ പോലെ ആയിത്തീരണം എന്നുള്ള ഒരു ആഗ്രഹം തന്നെ ഇന്ന് ദൈവമക്കളിൽ വളരെ ചുരുക്കം പേർക്കേ ഉള്ളൂ. നമ്മളുടെ സഭകളിൽ അങ്ങനെയുള്ള ആഗ്രഹമുള്ളവരൊക്കെയാണ് നമ്മുടെ സഭകളിൽ വന്ന് ചേരുന്നത്. എന്നാൽ വർഷങ്ങളായിട്ട് നമ്മൾ പറയുമ്പോൾ ഇതൊക്കെ ഇത്രയൊക്കെ പറ്റത്തുള്ളൂ എന്നൊക്കെയുള്ള ഒരു കംപ്ലൈസൻസ്. കംപ്ലൈസൻസ് എന്ന് പറയുന്നത് നമ്മൾ ഇരിക്കുന്ന ആ ഒരു ലെവലിലുള്ള ഒരു തൃപ്തിക്ക് കംപ്ലൈസൻസ് എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് പദം, ഒരു സ്വയതൃപ്തി. അപ്പൊ കംപ്ലൈസൻസ് അല്ലെങ്കിൽ കംപ്ലൈസൻസി എന്നൊക്കെ പറയും. അപ്പൊ ആ ഒരു ഇതിലേക്ക് നമ്മൾ അങ്ങ് ആയിപ്പോകാം. അപ്പൊ എന്നാൽ കർത്താവെ, എനിക്ക് കർത്താവെ അവിടുന്ന് ജീവിച്ചതുപോലെ കൃപയും സത്യം നിറഞ്ഞവനായിട്ട് ഞങ്ങളുടെ ഇടയിൽ പാർത്തവനായ ഒരു യേശു കർത്താവെ, എനിക്ക് അങ്ങനെ യേശു കർത്താവ് പ്രകാശിച്ചതുപോലെ കർത്താവെ അവിടുന്ന് കർത്താവെ എല്ലാവരുടെയും മുമ്പാകെ അവർ പിതാവിനെ വെളിപ്പെടുത്തി, എന്നെ കണ്ടവൻ എന്റെ പിതാവിനെയും കണ്ടിരിക്കുന്നുവെന്ന് യേശുവിന് എത്ര ധൈര്യമായിട്ട്. കർത്താവ് നമ്മളെപ്പോലെ ഒരു മനുഷ്യനായിട്ട്, ഒരു പച്ച മാംസമുള്ള ഒരു നമ്മളെപ്പോലെ അതിന്റെ പരീക്ഷിക്കപ്പെടാവുന്ന ഒരു ജഡവുമായിട്ട് കർത്താവ് വന്നത്. എബ്രായർ 4:15 നമുക്കറിയാം, നമ്മളെപ്പോലെ എല്ലാത്തിലും പരീക്ഷിക്കപ്പെട്ടു എങ്കിലും പാപം ചെയ്തില്ല. എന്നാൽ അതേ കർത്താവിന് യോഹന്നാൻ 14:9 ഫിലിപ്പോസിനോട് പറയുന്നത് എന്താ? എന്നെ കണ്ടവൻ എന്റെ പിതാവിനെ കണ്ടിരിക്കുന്നു. അപ്പൊ യേശുവിനെ കണ്ടവർക്ക് പിതാവിനെ അതുപോലെ ആ ഒരു സമ്പൂർണതയോടെ വെളിപ്പെടുത്തുവാൻ യേശുവിന് പറ്റി. കർത്താവ് ഇന്ന് എന്നെ കാണുന്നവർക്ക് കർത്താവെ യേശുവിനെ കാണുന്നുണ്ടോ? അതോ ഞാൻ അത് നമ്മൾ കണ്ടതുപോലെ കർത്താവിന് മുമ്പേ വന്ന് മറഞ്ഞു നിന്ന് ഞാനങ്ങ് കർത്താവിനെ അങ്ങ് മറയ്ക്കുന്ന ഒരു പ്രതീതിയാണോ? എന്റെ വാക്കുകളിലൂടെ, എന്റെ പ്രവൃത്തികളിലൂടെ, എന്റെ ജോലി സ്ഥലത്ത് കർത്താവെ ഞാൻ ഓരോ കാര്യത്തിലും ഞാൻ ചെയ്യുന്ന ആത്മാർത്ഥത, ഞാൻ ചെയ്യുന്ന ആ ഒരു പൂർണ്ണതയോടെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യങ്ങള് മറ്റുള്ളവർക്ക്, എന്റെ മക്കൾക്ക് കർത്താവെ യേശുവിനെ കാണാൻ പറ്റുന്നുണ്ടോ? എന്റെ ഭാര്യയ്ക്ക്, എന്റെ ഭർത്താവിന് യേശുവിനെ എന്നിലൂടെ കാണാൻ പറ്റുന്നുണ്ടോ? എന്റെ മാതാപിതാക്കൾക്ക് യേശുവിനെ എന്നിലൂടെ കാണാൻ പറ്റുന്നുണ്ടോ? എന്റെ അയൽപക്കത്തുകാർക്ക്, എന്റെ കൂടെ ഉള്ളവർക്ക്, മറ്റുള്ളവർക്കൊക്കെ യേശുവിനെ എന്നിൽ കാണാൻ പറ്റണമെങ്കിൽ കർത്താവിന് എന്ത് ചെയ്യണം? നമ്മൾ പുറമെ നിന്ന് അഭിനയിച്ച് ഞാൻ യേശുവിനെ പോലാണെന്നൊക്കെ ഇങ്ങനെ തലയൊക്കെ കുനിച്ച് വളരെ ഭവ്യതയോടെ നമുക്ക് വേണമെങ്കിൽ കുറച്ചു നേരത്തേക്ക് അഭിനയിക്കാം. ഒരു പട്ടി പൂച്ചയെ പോലെ മ്യാവൂന്ന് ട്രെയിൻ ചെയ്ത് അടുത്തൊരു പട്ടിയെ കാണുന്നിടം വരെ, അല്ലെ? അടുത്തൊരു പട്ടി ഒന്ന് പിന്നെ അതൊക്കെ അതിന്റെ നേച്ചർ അങ്ങ് മാറും എന്ന് പറയുന്നത്. നമുക്ക് നമ്മളെ ഒന്ന് ട്രെയിൻ ചെയ്ത് റിഫൈൻ ചെയ്ത് വളരെ ശാന്തമാണ് ഞാൻ ഇനി ഇപ്പൊ ഇങ്ങനെ സംസാരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ പെട്ടെന്നൊരു ബഹു കേൾക്കുമ്പോഴേക്കും നമ്മള് അതിനെ കണ്ടു വെച്ചതിലങ്ങ് പറയുന്ന ഒരു പ്രകൃതി നമുക്ക് നമ്മുടെ ജഡത്തിൽ അങ്ങനെയുള്ളൂ. എന്നാൽ ഈ ജഡം അത് വർത്തമാനമായിട്ട് മരണത്തിലേക്ക് ഏൽപ്പിച്ച് നമ്മുടെ ആത്മാവില് പരിശുദ്ധാത്മാവിന്റെ ജീവനിലൂടെ ആ യേശുവിന് തന്റെ വചനത്തെ, ദൈവത്തിന്റെ വചനം ഇന്ന് ഈ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. എന്നാൽ ഈ വചനത്തിൽ എത്രമാത്രം ഇന്നില് കർത്താവിന് എഴുതാൻ സാധിച്ചിട്ടുണ്ട്. 100 മീന് ഫലം കായ്ക്കുന്നവരുണ്ട്, 60 മീന് ഫലം കായ്ക്കുന്നവരുണ്ട്, 100 മീന് ഫലം കായ്ക്കുന്നവരുണ്ട്, 30 മീന്, ഞാൻ പറയുന്നത് 30 മീനിയുണ്ട്, 60 മീനിയുണ്ട്, 100 മീനിയുണ്ട്. അപ്പം നമ്മൾ കേട്ട ദൈവത്തിന്റെ വചനത്തിലൊരു 30 മീനിയൊക്കെ നമ്മളുടെ ജീവിതത്തിൽ കർത്താവിന് എഴുതാൻ പറ്റിയിട്ടുണ്ടോ? അതോ 60 മീനി, അതോ 100 മീനി എന്ന് പറഞ്ഞാൽ വളരെ പെർഫെക്റ്റ് ആയി എന്നല്ല. എന്നാൽ കർത്താവെ എനിക്ക് ഉള്ള വെളിച്ചത്തിനനുസരിച്ച് കർത്താവെ ഞാൻ
കർത്താവെ അവിടത്തേക്കായിട്ട് എഴുതാനായിട്ട് ഞാൻ സമ്പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു തരുന്നു എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ ദൈവം നമ്മുടെ മനസ്സിൽ ആദ്യം എഴുതും. മനസ്സിൽ ആദ്യം എഴുതും എന്ന് പറഞ്ഞാൽ അത് നമ്മളിപ്പം ഫിലിപ്പിയർ 2:13 ഇച്ഛിക്കുക തന്നെ ലോർഡ് ഐ വോണ്ട് ടു ഡു യുവർ വിൽ, ഐ ഡിസൈഡ് ടു ഡു യുവർ വിൽ. കർത്താവിന്റെ ആഗ്രഹം ചെയ്യാനായിട്ട്, കർത്താവിനെ പോലെ ആയി തീരുവാനായിട്ട് വലിയൊരു ആഗ്രഹവും ആവേശവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ, അതുപോലൊരു ആഗ്രഹവും ആവേശമൊക്കെ നമ്മുടെ ജീവിതത്തിൽ എത്ര പേർക്കുണ്ട്? കർത്താവെ അവിടുത്തെ ഈ വചനം അതെനിക്ക് സമ്പൂർണ്ണമായിട്ട് അനുസരിക്കണം. വാഗ്ദത്തമാം നിക്ഷേപം കുറച്ചൊക്കെ എന്റെ സ്വന്തമാകുവാൻ നല്ല നാഗൽ സാഹിബ് പാടിയത്, ആകെയും സ്വന്തമാകുവാൻ പൂർണ്ണപ്രകാശം രക്ഷക പൂർണ്ണ വിശ്വാസത്തെയും പകുതി പ്രകാശത്തെയും പകുതി വിശ്വാസത്തെയൊക്കെ തന്നാൽ മതി എന്നല്ല, പൂർണ്ണപ്രകാശം കർത്താവെ ഈ വാഗ്ദത്തം, കർത്താവെ ഈ വചനം എങ്ങനെയാണോ അതിലുള്ള എല്ലാ വാഗ്ദത്തങ്ങളും കൽപ്പനകളും ഒരു പുതിയ നിയമ ക്രിസ്ത്യാനിക്കുള്ളതെല്ലാം കർത്താവെ എന്റെ ജീവിതത്തിൽ എനിക്ക് അത് അനുഭവമായിട്ട് അനുസരണമായിട്ട് എനിക്കത് വെളിപ്പാടായിട്ടായി തീരണം. അതിനായിട്ട് കർത്താവെ, അതിനായിട്ട് ദൈവം നമുക്ക് ആദ്യം ഒരു ആഗ്രഹം തരുന്നു. ഇത് മനസ്സിൽ എഴുതുക എന്ന് പറഞ്ഞാലും പരിശുദ്ധാത്മാവ് നമ്മളുടെ ഹൃദയത്തിലേക്ക് വന്ന് നിറഞ്ഞു കവിഞ്ഞ് എങ്ങോട്ടാ കവിഞ്ഞൊഴുകുന്നേ? മനസ്സിലോട്ട്. അപ്പൊ നമ്മളിപ്പോഴും പറയും, ഞാൻ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞൊരു ഉദാഹരണം ഉണ്ടല്ലോ, ഇപ്പം അതിന്റെ അപ്പുറത്ത് ഭയങ്കര വെള്ളം നിറഞ്ഞിരിക്കുവാണെങ്കിൽ ഒരു ചാല് ഇങ്ങോട്ട് കീറുമ്പോൾ എന്താ വെള്ളം എല്ലാം കൂടെ ഇങ്ങോട്ട് വരും എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് നമ്മുടെ മനസ്സിലേക്ക് നിറഞ്ഞു കഴിഞ്ഞ് ഒഴുകുന്ന ആദ്യമായിട്ട് നമ്മുടെ മനസ്സിനെ ഒന്ന് പുതുക്കും. മനസ്സിനെ പുതുക്കി രൂപാന്തരം പ്രാപിക്കുക. നമ്മളെ തന്നെ ജീവനുള്ള യാഗമായിട്ട് സമർപ്പിക്കുന്നതിനെ കുറിച്ച് റോമർ 12:1 നമ്മൾ വായിച്ചിട്ട് രണ്ടാമത്തെ വാക്യത്തിൽ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ എന്നുള്ളൊരു കാര്യം നമ്മളവിടെ വായിക്കുന്നത്. അപ്പം മനസ്സ് ബി റിന്യൂഡ് ഇൻ യുവർ മൈൻഡ് ആൻഡ് ബി ട്രാൻസ്ഫോംഡ്. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ, അല്ലെങ്കിൽ അതിന്റെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു പരിഭാഷ പറയുവാണെങ്കിൽ ഇങ്ങനെ, ഞാനത് അതിന്റെ ഗ്രീക്കിൽ നിന്നൊക്കെ എഴുതി വെച്ചിട്ടുള്ളത്, അതിന്റെ ഒരു BB ട്രാൻസ്ലേഷനിൽ അതിന്റെ ഒരു കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു പരിഭാഷ, ബി ചേഞ്ച്ഡ്, ബി ട്രാൻസ്ഫോംഡ് ആൻഡ് മെയ്ഡ് ന്യൂ ഇൻ യുവർ മൈൻഡ്. രൂപാന്തരപ്പെട്ട് മനസ്സിലൊരു, നമ്മുടെ ആത്മാവിലൊരു രൂപാന്തരം വരുന്നതനുസരിച്ച് നമ്മുടെ മനസ്സിലൊരു പുതുക്കം വരുന്നു എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ അവിടെ കാണുന്നത്. ഒരു ഹോ എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിളാണ് അവിടെ ഉപയോഗിക്കുന്നത്. അപ്പം ബി ട്രാൻസ്ഫോംഡ് ബൈ ദ റിന്യൂവിങ് എന്നുള്ള ഒരു ബൈ എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഹോ എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ മാത്രമേ ഗ്രീക്കിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പം യഥാർത്ഥത്തിൽ നമ്മുടെ ആത്മാവില് പരിശുദ്ധാത്മാവെന്ന് നിറഞ്ഞ് അത് നിറഞ്ഞു കവിഞ്ഞ് ഒഴുകി നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ ചിന്തകളിലേക്ക് നമ്മുടെ മനസ്സ് പുതുക്കും. കർത്താവെ എനിക്ക് ഈ വചനം അനുസരിക്കണം. കർത്താവെ എനിക്ക് അങ്ങ് സംസാരിച്ചതുപോലെ സംസാരിക്കണം. കർത്താവെ എനിക്ക് അങ്ങ് കേട്ടതുപോലെ കേൾക്കണം. അങ്ങ് കാര്യങ്ങൾ ചെയ്തതുപോലെ ചെയ്യണം. അങ്ങ് സ്നേഹിച്ചതുപോലെ എനിക്ക് സ്നേഹിക്കണം. നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ചയും കേട്ടതുപോലെ യേശു സ്നേഹിച്ചതുപോലെ നിങ്ങളെ സ്നേഹിക്കുകയും ഞാൻ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുകയും എന്ന കർത്താവ് 4 തവണയൊക്കെ പറയുന്നത് നമ്മളവിടെ ക്രൂസിലേക്ക് പോകുന്നതിന് മുമ്പ് പറഞ്ഞൊക്കെ ശിഷ്യന്മാരെ കേട്ടിട്ട് കർത്താവ് പോയതിനു ശേഷം അവരെന്തായാലും ഒരുമിച്ച് കൂടി ഇരുന്നുകൊണ്ട് കർത്താവ് അവരുടെ മുമ്പിൽ അവരുടെ നടുവിൽ പ്രത്യക്ഷപ്പെടാൻ പറ്റിയെന്നൊക്കെയുള്ള കാര്യത്തിൽ നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച കണ്ടതുപോലെ ആ ഒരു പരസ്പരമുള്ള ഒരു സ്നേഹം കർത്താവെ, അവിടുത്തെ വചനം കർത്താവെ അതെനിക്ക് സമ്പൂർണ്ണമായിട്ടും അനുസരിക്കണം. എനിക്ക് കുറച്ചൊക്കെ അനുസരിച്ച് ഇത്രയൊക്കെ മതി എന്നുള്ളൊരു അർത്ഥത്തിലല്ല, മറിച്ച് അതിനായിട്ടൊരു ആഗ്രഹം നമ്മളുടെ മനസ്സിൽ കർത്താവ് ആ വചനങ്ങൾ എഴുതാൻ ആഗ്രഹിക്കുന്നു. അതാ ഐ വോണ്ട് ടു ഡു, ഐ ഡിസൈഡ് ടു ഡു എന്നുള്ളൊരു അർത്ഥം. പിന്നെ ഇച്ഛിക്കുക എന്നത് പ്രവർത്തിക്കുക എന്നുള്ളത്. നമുക്ക് ആ ആഗ്രഹം ഉള്ളത് നല്ല കാര്യം, അത് ദൈവം തന്ന ആഗ്രഹം. അതാ ഇന്ന് ഒട്ടുമിക്ക ക്രിസ്ത്യാനികൾക്കും ആ ആഗ്രഹം പോലും നമ്മൾ കാണുന്നില്ല. അവർക്ക് എന്താ എല്ലാ ആഴ്ച എന്തെങ്കിലുമൊക്കെ ഒന്ന് ആരാധിക്കുക എന്ന് പറഞ്ഞാൽ അവരെന്തെങ്കിലുമൊക്കെ ചെയ്ത് പല കാര്യങ്ങളും, പല പ്രവർത്തനങ്ങളും, പല പല കാര്യങ്ങളിലൊക്കെ ചെയ്ത് അവരങ്ങ് അങ്ങനെ പോവുക. എന്നാൽ അവരുടെ ജീവിതം യേശു ജീവിച്ചതുപോലെ ജീവിക്കണം, യേശുവിനെ പോലെ ആയിത്തീരണം. അവരുടെ കുടുംബജീവിതം കർത്താവിനെ പോലെ എനിക്ക് എന്റെ ഭർത്താവിനോട് പെരുമാറണം, എനിക്ക് എന്റെ ഭാര്യയോട് പെരുമാറണം, എനിക്ക് മക്കളെ അതുപോലെ ക്രിസ്തുവിന്റെ പത്രവചനത്തിൽ പോറ്റി വളർത്തണം എന്നുള്ള ആഗ്രഹമൊന്നും ഇല്ലാതെ അങ്ങനെ ഒരു ആഗ്രഹം ഇല്ലാത്ത ഒരു ക്രിസ്തീയ ലോകം നമുക്ക് ചുറ്റുമുള്ളത്. അപ്പൊ അതിന്റെയൊക്കെ മധ്യത്തിൽ യേശുവിനെ പോലെ ആകണം എന്നുള്ളൊരു ആഗ്രഹം അതാ മനസ്സിലെഴുതുന്ന പറഞ്ഞു. പിന്നെന്താ ഹൃദയത്തിൽ എഴുതുന്ന കാര്യം. അപ്പൊ മനസ്സിൽ എഴുതുന്ന കാര്യം നമ്മൾ എബ്രായർ 10 വായിച്ചു. ഹൃദയത്തിൽ എഴുതുന്ന കാര്യം എബ്രായർ 8-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ച്. നമ്മൾ ഹൃദയത്തിൽ എഴുതുക എന്ന് പറഞ്ഞാൽ എന്താ? ഈ പരിശുദ്ധാത്മാവാകുന്ന വിരല്, പരിശുദ്ധാത്മാവാകുന്ന മഷി കൊണ്ട് യേശുവിന്റെ വിരലാണ് ഈ പരിശുദ്ധാത്മാവ്, അല്ലെങ്കിൽ പിതാവിന്റെ വിരലെന്ന് പറഞ്ഞാലും തെറ്റില്ല. പിതാവിന്റെ യേശുവിന്റെ വിരലാകുന്ന ഈ പരിശുദ്ധാത്മാവാകുന്ന മഷി കൊണ്ട് എന്റെ ഹൃദയമാകുന്ന പുസ്തകത്തിൽ, എന്റെ ആത്മാവാകുന്ന പുസ്തകത്തില് കർത്താവ് തന്റെ വചനം എഴുതാൻ ആഗ്രഹിക്കുന്നു. യേശുവിന്റെ ജീവിതത്തിലും അങ്ങനെ ആയിരുന്നു. യേശുവിന്റെ ജീവിതത്തില് വചനം ജഡമായി തീർന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. യോഹന്നാൻ 1-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ എന്താ നമ്മൾ വായിക്കുന്നത്? വചനം ജഡമായി തീർന്നു എന്ന് പറയുമ്പോൾ യേശു കർത്താവ് ഈ ഭൂമിയില് കർത്താവ് സമ്പൂർണ്ണനായ യേശുവിന്റെ ജീവിതത്തിൽ ഇനിയിപ്പം വചനം എഴുതേണ്ട ആവശ്യം എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് നമ്മൾ ചിന്തിച്ചാൽ നമ്മള് ലൂക്കോസ് 2-ാം അധ്യായത്തില് ഇങ്ങനെ വായിക്കുന്നത്, കർത്താവ്
ജ്ഞാനത്തിലേക്ക് മുതിർന്നു വരേണ്ടതായിട്ടുണ്ടായിരുന്നു. അതാ നമ്മളെ ലൂക്കോസ് 2-ാം അധ്യായത്തിൽ കർത്താവ് പൈതൽ എങ്ങനാ ലൂക്കോസ് 2-ാം അധ്യായത്തിൽ 40-ാമത്തെ വാക്യത്തിൽ പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോകുന്നു, ദൈവകൃപയും അവന്മേൽ ഉണ്ടായിരുന്നു. ഇന്ന് ഇംഗ്ലീഷിൽ ജ്ഞാനം നിറഞ്ഞു എഴുതിയിരിക്കുന്നത് ദ ചൈൽഡ് കണ്ടിന്യൂ ടു ഗ്രോ ആൻഡ് ബിക്കം സ്ട്രോങ്, ഇൻക്രീസിങ് ഇൻ വിസ്റ്റം. ജ്ഞാനത്തില് വർദ്ധിച്ചുകൊണ്ടിരുന്നു എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. ഇൻക്രീസിങ് ഇൻ വിസ്റ്റം, ജ്ഞാനത്തില് വളർന്നുകൊണ്ട്. പിന്നെ അതിന്റെ താഴോട്ട് നമ്മൾ 52-ാമത്തെ വാക്യത്തിലും യേശു ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിലും മനുഷ്യരിലും കൃപയിലും മുതിർന്നു വന്നു. ഹി കെപ്റ്റ് ഇൻക്രീസിങ് ഇൻ വിസ്റ്റം ആൻഡ് സ്റ്റേച്ചർ ആൻഡ് ഇൻ ഫേവർ വിത്ത് ഗോഡ് ആൻഡ് മെൻ. കർത്താവ് പിതാവിന് മുമ്പാകെ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിനെ മനുഷ്യരുടെ കൃപയിലും ഒക്കെ മുതിർന്നു വന്നു. അപ്പൊ കർത്താവിന് ജ്ഞാനത്തിൽ വളരേണ്ടതായിട്ടുണ്ടായിരുന്നു. കർത്താവ് ഭൂമിയിലേക്ക് വന്നപ്പം വചനത്തിന്റെ ജ്ഞാനം എല്ലാം കൂടെ കൊണ്ടാണ് കർത്താവ് വന്നത്. ഇല്ല, കർത്താവ് സാധാരണ ഒരു മനുഷ്യ ശിശുവായിട്ടാണ് വന്നത്. എന്നാൽ പിതാവിനോടുള്ള ഒരു കർത്താവ് ആത്മാവിൽ ജനിച്ചത് കൊണ്ട്, പരിശുദ്ധാത്മാവിനാൽ തന്നെ ഉരുവായതുകൊണ്ട്, പിതാവിനോടുള്ള ഒരു കണക്ഷനോടുകൂടി കർത്താവ് ഉരുവായത് തന്നെ വചനമായിട്ട് മറിയത്തിന്റെ ഉദരത്തിൽ ഉരുവായി. കർത്താവിന്റെ ആ ഒരു പിതാവുമായിട്ടുള്ള ഒരു സംസർഗം എപ്പോഴും ഉണ്ടായിരുന്നു. വളർന്നു വരികയും ആ സ്വന്തം ഇഷ്ടമൊന്നും ചെയ്യാതെ പിതാവിന്റെ ഇഷ്ടം മാത്രം, ഒരു കൊച്ചു കുഞ്ഞായിരുന്നപ്പോൾ തന്നെ സ്വന്തം ഇഷ്ടമൊന്നും ചെയ്യാതെ വളർന്നു വരുമ്പോൾ പിതാവിന്റെ ഇഷ്ടത്തിനായിട്ട് തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ ജ്ഞാനത്തിൽ കർത്താവ് വളർന്നു വന്നു. അങ്ങനെ വളർന്നു വന്നെന്ന് പറയുമ്പോൾ യേശുവിന്റെ ജീവിതത്തിൽ ഈ വചനമെല്ലാം ഫുൾഫിൽഡ് ആയി. അതാ വചനം ജഡമായി തീർന്നു അല്ലെങ്കിൽ വചനം മാംസമായി തീർന്നു എന്ന് പറയുമ്പോൾ അത് രണ്ടർത്ഥത്തിൽ നമുക്ക് എടുക്കാം, രണ്ടർത്ഥത്തിൽ നമുക്കത് കാണാം. ഒന്നെന്ന് പറഞ്ഞാൽ കർത്താവ് ഒരു മനുഷ്യരൂപത്തിൽ ഈ ഭൂമിയിൽ വന്നു ജീവിച്ചു. അതാണ് നമ്മൾ അതിന്റെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മീനിങ്. പിന്നെ വചനം ജഡമായി തീർന്നു എന്ന് പറയുമ്പോൾ നമ്മൾ സാക്ബറിൽ നമ്മൾ കേട്ടിട്ടുണ്ടാകും, വചനം ഫുൾഫിൽഡ് ആയി. യേശുവിന് വചനം ജഡമായി തീർന്നതുപോലെ ഇതിലും വചനം ജഡമായി തീരണമെന്നൊക്കെ വേറെ പലപ്പോഴും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ വചനം ജഡമായി തീരുക എന്ന് പറഞ്ഞാൽ എന്താ? ഈ വചനം എന്റെ ആത്മാവിന്റെ ഭാഗമായിട്ട് കർത്താവിനെ എഴുതി ചേർക്കാൻ പറ്റണം. കർത്താവിന്റെ സാക്ഷ്യപത്രമായിട്ട് ദൈവം നമ്മളെ എഴുതുമ്പോൾ ഈ വചനങ്ങളെല്ലാം ഇപ്പം ദൈവത്തിന്റെ സന്നിധിയിൽ ആനന്ദത്തിന് പരിപൂർണതയുണ്ട് എന്ന് അത് സങ്കീർത്തനം 16:11 ഒരു വാക്യം മാത്രമല്ല, മറിച്ച് എന്റെ ജീവിതത്തിലെ കർത്താവിന്റെ സന്നിധിയിലുള്ള ആനന്ദത്തിന് ഒരു പരിപൂർണത ഞാൻ അനുഭവിക്കുന്നു. അത് എന്റെ ജീവിതത്തിന്റെ ഭാഗമാണ്. കർത്താവിൽ എപ്പോഴും സന്തോഷിക്കും എന്നുള്ളത്, ഞാൻ കർത്താവിൽ എപ്പോഴും എനിക്കൊരു സന്തോഷം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒന്നിനെക്കുറിച്ച് ആകുലപ്പെടുക എന്നുള്ളത്, ഒന്നിനെക്കുറിച്ച് ഒരു ആകുല ചിന്തയില്ലാതെ ഞാൻ സമാധാനത്തോടെ സ്വസ്ഥതയിലായിരിക്കുമ്പോൾ, സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ ഒരു വാഗ്ദത്തം ശേഷിച്ചിരിക്കുന്നു എന്ന് നമ്മളവിടെ പ്രയർ 4:1 നമ്മൾ വായിക്കുമ്പോൾ നമ്മളെപ്പോഴും ഓരോ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ശരിയാണ്, നമ്മൾ ചില കാര്യങ്ങൾ വളരെ സ്പീഡിലെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതും സ്പീഡിലായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുകയൊക്കെ ചെയ്യേണ്ടതായിട്ടൊക്കെ ഉണ്ട്. വളരെ ബിസി ആയിട്ടുള്ള സമയമൊക്കെ കാണും. എങ്കിലും അവിടെ ഒരു കർത്താവിന്റെ ഒരു സ്വസ്ഥത നഷ്ടപ്പെടാതെ കർത്താവിന്റെ സ്വസ്ഥതയിൽ തന്നെ കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞാൽ, അപ്പൊ അത് വചനത്തിലുള്ള ഒരു വാഗ്ദത്വം അല്ല. ഏട്ടിലെ പശു പുല്ല് തിന്നുകയില്ലെന്ന് പറയുന്നത് ചിലർക്ക്. അതാ ഏട്ടിലെ പശു, അതിനകത്ത് ഏട്ടിലെ പശു നമ്മുടെ പുസ്തകത്തിന്റെ അതിനകത്തൊരു പശു ഉണ്ടെങ്കിൽ ആ പുസ്തകത്തിനകത്തൊരു പശുവിന്റെ ചിത്രമുണ്ട്. ആ പശു പുല്ല് തിന്നില്ല എന്ന് പറയുന്നത് പോലെ ഈ വചനത്തിലെ ആ കൽപ്പനകള് നമ്മളുടെ ഹൃദയത്തിൽ കർത്താവ് എഴുതുമ്പോഴാണ് അത് നമ്മുടെ ഭാഗമായിട്ട് ആയിത്തീരുന്നത്. അപ്പം അത് നമ്മളുടെ മനസ്സിൽ എഴുതാൻ നമ്മളെ കർത്താവിനെ പലപ്പോഴും അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കർത്താവിന്റെ വചനം അനുസരിക്കാൻ ഒരു ആഗ്രഹമുള്ളു. എന്നാൽ വീണ്ടും കർത്താവ് ഇനിയും മനസ്സിൽ കർത്താവ് എഴുതണം. കർത്താവ് അവിടുന്ന് ആ വാഗ്ദത്വം, ആ വചനം പരിപൂർണമായിട്ടും അനുസരിക്കണം എന്നുള്ള വലിയൊരു കർത്താവിന്റെ അദമ്യമായ ഒരു ആഗ്രഹം ഹൃദയത്തിൽ വരട്ടെ. അതിനായിട്ടുള്ളൊരു സമർപ്പണം. ഐ വോണ്ട് ടു ഡു യുവർ വിൽ, ഐ വോണ്ട് ടു ഡു. കർത്താവ് ഇത് മാത്രം എനിക്ക് ചെയ്യണം. എന്നാൽ അത് മാത്രമല്ല, കർത്താവിന്റെ ഹൃദയത്തിലും കൂടെ അങ്ങ് എഴുതണം. എന്നുവെച്ചാൽ ഈ ഹൃദയം നിറഞ്ഞു കഴിഞ്ഞ് മനസ്സിലേക്ക് ചെന്ന് പരിശുദ്ധാത്മാവ് മനസ്സിൽ എഴുതുന്നു. എന്നാൽ അത് നമ്മൾ വീണ്ടും നമ്മൾ പ്രമാണമായിട്ട് നമ്മളുടെ ജീവിതത്തിൽ ഓരോ തെരഞ്ഞെടുപ്പുകളിലും കർത്താവിന്റെ ഇഷ്ടത്തിനായിട്ട് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ആ സ്വന്തം ഇഷ്ടമാകുന്ന ആ ജഡത്തെ നമ്മൾ കർത്താവിന്റെ വചനത്തിന് അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ആ വചനമാകുന്ന വാള് നമ്മളുടെ സ്വന്തം ഇഷ്ടമാകുന്ന ആ ജഡത്തെ അങ്ങ് ചിന്തുന്നതിനനുസരിച്ച് ആ വചനമാകുന്ന വാള് വെച്ച് നമ്മുടെ ഹൃദയത്തിലെ പരിശുദ്ധാത്മാവിന്റെ ജ്വാലയോടെ കർത്താവിനെ ഓരോ വചനങ്ങളും എഴുതാനൊക്കും. കർത്താവ് എന്റെ ജീവിതത്തില് യേശു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ. പക്ഷെ നമ്മൾ ആരും യേശു സ്നേഹിച്ചതിന്റെ അളവ് അത്രയും നമുക്ക് ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതാവസാനം കൊണ്ടോ വരത്തില്ല. എന്നാൽ യേശു സ്നേഹിച്ച ആ ക്വാളിറ്റിയോടുകൂടി കൂടുതലായിട്ട് മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട്, ക്ഷമിക്കാനായിട്ട്, മറ്റുള്ളവരോട് ദീർഘക്ഷമയോടായിരിക്കാനായിട്ട്,
ചില കാര്യങ്ങളിൽ കാർക്കശ്യത്തോടെ, ചില കാര്യങ്ങൾ ഫേമായിട്ട്, ചില കാര്യങ്ങളിൽ ഒരു നിലപാട്, പാപത്തിനും പാരമ്പര്യത്തിനും ഒക്കെ എതിരെ ഫേമായിട്ട് ഒരു നിലപാട് എടുക്കേണ്ട സമയത്ത് യേശു ആ നിലപാട് എടുത്തതുപോലെ, കർത്താവ് ചില കാര്യങ്ങൾ ഫേമായിട്ട് ചെയ്തതുപോലെ, അപ്പൊ നമ്മളുടെ പഠിത്തത്തിലോ നമ്മുടെ ജോലിയിലോ ഒക്കെ പൂർണ്ണ ഹൃദയത്തോടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു കാര്യം, ആ കാര്യങ്ങളിലൊക്കെ കർത്താവെ മറ്റുള്ളവർക്ക് നമ്മളെ കുറിച്ചൊരു കർത്താവ് തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ അല്ലാതെ വേണം. നമ്മൾ ആ ഒരു ദാനിയേലിന്റെ പുസ്തകത്തിൽ ആ ഒരു വാക്യം ഞാനൊന്ന് എടുത്തോട്ടെ, അതും കൂടെ എടുത്ത് ഞാൻ കൺക്ലൂഡ് ചെയ്യാം. നമ്മളുടെ ജീവിതത്തിൽ കർത്താവ് ഈ പത്രം എഴുതുമ്പോൾ, അവിടെ പഴയ നിയമത്തിലെ ദാനിയേലിന്റെ ജീവിതത്തിൽ കർത്താവിനെ അത്ര വലിയൊരു കാര്യം ചെയ്യാൻ പറ്റിയെങ്കിലും, പഴയ നിയമത്തിലെ ദാനിയേൽ 6-ാം അധ്യായം, അവിടെ അതിന്റെ 4-ാമത്തെ വാക്യത്തില് ബാക്കി എല്ലാവരും ഈ ദാനിയേലിന്റെ ജീവിതം ഒന്ന് ഹരിച്ച് ഗുണിച്ച് അതുപോലെ ഭൂതകണ്ണാടി വെച്ച് നോക്കുവോ അവര്, എന്തെങ്കിലും ഇവന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കാൻ ഒക്കുവോ എന്നുള്ള കാര്യം നോക്കുമ്പോൾ ഒരു കുറ്റമേ ഉള്ളൂ. എന്താ? ഇവൻ ദൈവത്തെ ആരാധിക്കുന്നുള്ള കുറ്റമേ ഉള്ളൂ. അതാ ദാനിയേൽ 6-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം, ആകയാൽ അധ്യക്ഷന്മാരും പ്രധാന ദേശാധിപന്മാരും രാജ്യം സംബന്ധിച്ച് ദാനിയേലിന് വിരോധമായി കാരണം കണ്ടെത്തുവാൻ അന്വേഷിച്ചു, എന്നാൽ യാതൊരു കാരണവും കുറ്റവും കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അവൻ വിശ്വസ്തനായിരുന്നതുകൊണ്ട് ഒരു തെറ്റും കുറ്റവും അവനിൽ കണ്ടെത്തിയില്ല. അത് നമ്മൾ പറയുന്നത് നോ ഗ്രൗണ്ട് ഓഫ് അക്യൂസേഷൻ ഓർ എവിഡൻസ് ഓഫ് കറപ്ഷൻ ഇൻ ആസ് മച്ച് ആസ് ഹി വാസ് ഫെയ്ത്ത്ഫുൾ, നോ നെഗ്ലിജൻസ് ഓർ കറപ്ഷൻ. ഒരു നെഗ്ലിജൻസോ ഒരു ഗ്രൗണ്ട് ഓഫ് അക്യൂസേഷനോ കറപ്ഷനോ ഒരു കുറ്റവും ഒന്നും ഒരു കുറ്റവും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒരു തെറ്റും കുറ്റവും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആകപ്പാടെ ഉള്ള ഒരു കുറ്റം എന്ന് പറഞ്ഞാൽ അവനിങ്ങനെ 3 നേരം അവന് ജീവനുള്ള ദൈവത്തെ പ്രാർത്ഥിക്കുന്നു എന്നുള്ള കാര്യമാണ്. അതാ നമ്മൾ താഴോട്ടുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. നമ്മളുടെ ജീവിതത്തെ, ഈ 5-ാമത്തെ സുവിശേഷത്തെ നമ്മുടെ വീട്ടിലുള്ളവര്, നമ്മുടെ ഭാര്യ, നമ്മുടെ ഭർത്താവ്, നമ്മുടെ കുഞ്ഞുങ്ങള് ഒക്കെ വായിക്കുമ്പോൾ അവർക്ക് യേശുവിനെ വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ? അതോ വെറുതെ എന്തെങ്കിലുമൊക്കെ കുറെ നമ്മൾ പറയുന്നു. ആരോ പറഞ്ഞതുപോലെ, യുവർ ലൈഫ് ഇസ് സോ ലൗഡ് ദാറ്റ് ഐ ആം നോട്ട് ഏബിൾ ടു ഹിയർ യുവർ വേർഡ്സ് എന്ന് പറഞ്ഞാല് അത് പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് പറയാം. വെച്ചാല് നമ്മുടെ ജീവിതം നമ്മൾ വലിയ കാര്യത്തെ ഈശോ സ്നേഹമാണ് നമ്മൾ വാക്കുകൊണ്ട് പറയുന്നു, അല്ലെങ്കിൽ യേശുവിനെ കുറിച്ച് നമ്മൾ പറയുന്നു. എന്നാൽ നമ്മുടെ ജീവിതം കൊണ്ട് അതിനെക്കാട്ട് വച്ചത്തിൽ നമ്മൾ യേശുവിന് വിപരീതമായിട്ടുള്ള യേശുവിന്റെ സ്വഭാവം അല്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾ, ജലത്തിൻ്റെതായ കാര്യങ്ങൾ വെളിപ്പെടുമ്പോൾ യുവർ ലൈഫ് ഇസ് സോ ലൗഡ്, നിങ്ങളുടെ ജീവിതം ഭയങ്കര ശബ്ദത്തിൽ നിങ്ങളുടെ ജീവിതം സംസാരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പറയുന്ന വാക്ക് എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ഒരു കാര്യം. നമുക്ക് വലിയ ശബ്ദമുള്ളിടത്ത് നമുക്ക് വേറെ ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല, ഫോണിൽ കുറച്ചൊന്ന് മാറി ഒന്ന് സംസാരിക്കാമെന്ന് നമ്മൾ ചോദിക്കുന്നത്. നമ്മളുടെ ജീവിതം കർത്താവേ മറ്റുള്ളവർക്ക് യേശുവിനെ കാണിച്ചു കൊടുക്കുന്ന ഒരു പത്രങ്ങളായിട്ട്, പത്രങ്ങളാവണമെങ്കിൽ നമ്മളെന്തെങ്കിലും ഇനിയിപ്പം എനിക്ക് യേശുവിനെ കാണിച്ചു കൊടുക്കണം, അതുകൊണ്ട് ഞാൻ ഇനിയിപ്പോ ഇങ്ങനെ നമ്മളെ തന്നെ ഇങ്ങനെ കടിച്ചു പിടിച്ച് വെല്ലുപിടിച്ച് ഞാനൊരു സ്വയം പരിശ്രമത്തില് അങ്ങനെയുള്ളൊരു കാര്യമല്ല. മറിച്ച് കർത്താവേ ഞാൻ ഇതിനെ ജീവനുള്ള യാഗമായിട്ട് ഏൽപ്പിച്ചു തരുന്നു. അവിടുത്തെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണം. പരിശുദ്ധാത്മാവ് എന്നിലൊന്നും നിറഞ്ഞുകൊണ്ടേ ഇരിക്കട്ടെ. ആ പരിശുദ്ധാത്മാവ് എന്നിലൊന്നും നിറഞ്ഞ് എൻ്റെ മനസ്സിലേക്ക്, എൻ്റെ ദേഹിയിലേക്ക് വന്ന് നിറഞ്ഞു കവിഞ്ഞ് എൻ്റെ ഹൃദയത്തില്, എൻ്റെ മനസ്സില് കർത്താവിന്റെ വചനം അനുസരിക്കുവാനുള്ള വലിയൊരു ആഗ്രഹം, ഇച്ഛിക്കുവാൻ കർത്താവിന്റെ വചനം അനുസരിക്കാനുള്ള ഒരു വില്ലിങ്നെസ്, ഐ വോണ്ട് ടു ഡു യുവർ വിൽ. കർത്താവെ അവിടുത്തെ ഇതെല്ലാം ചെയ്യുവാനുള്ള വലിയൊരു അദമ്യമായിട്ടൊരു ആഗ്രഹം എനിക്ക് തരണം. അത് മാത്രമല്ല കർത്താവെ, അത് ചെയ്യുവാനുള്ള ശക്തി, ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും ദൈവം എല്ലാത്തിലും ഉണ്ടായിട്ട് കർത്താവെ ആ മനസ്സിന്റെ കൽപ്പലകയിൽ മാത്രമല്ല ഹൃദയത്തിന്റെ കൽപ്പലകയിൽ അവിടെ നിന്ന് എഴുതണം. ഹൃദയത്തിന്റെ കൽപ്പലകയിൽ നമ്മളുടെ സ്വന്തം ഇച്ഛയെ, സ്വന്തം ഇഷ്ടത്തെ നമ്മൾ ഓരോ ലോകനത്തിന്റെയും പരീക്ഷണത്തിന്റെയൊക്കെ ഘട്ടത്തിൽ നമ്മുടെ സ്വന്തം ഇഷ്ടത്തെ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ അവിടെ കർത്താവിനെ എഴുതാൻ പറ്റും. കർത്താവിന്റെ സൗമ്യത എഴുതാൻ പറ്റും. കർത്താവിന്റെ കാർക്കശ്യം എഴുതാൻ പറ്റും. കർത്താവിനെ മറ്റുള്ളവർക്ക് ആ ഹൃദയ സത്യവും നിറഞ്ഞ ആ ഒരു കർത്താവിനെ മറ്റുള്ളവർക്ക് കാണുവാനും കേൾക്കുവാനും ഒക്കെ ആയിട്ട്, മറ്റുള്ളവർക്ക് ഇന്ന് യേശുവിനെ സ്പർശിക്കുവാനായിട്ട് ഇന്ന് നമ്മളിലൂടെ പറ്റുന്നത്. യേശുവിന് സ്വർഗത്തിലെ പിതാവിന്റെ വലതുഭാഗത്തിരിക്കുക. ഇന്ന് പരിശുദ്ധാത്മാവിനെ അയച്ചിട്ടുണ്ട്. അപ്പൊ പരിശുദ്ധാത്മാവ് യേശുവിൽ വന്ന് നിറഞ്ഞ് പിതാവിനെ യേശുവിനെ വെളിപ്പെടുത്താൻ സാധിച്ചു. ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് നിറഞ്ഞാണ് മറ്റുള്ളവർക്ക് യേശുവിനെ കാണിച്ചു കൊടുക്കേണ്ടത്. അത് എത്ര വലിയൊരു പദവിയാണ്, എത്ര വലിയൊരു ഉത്തരവാദിത്തമാണ്, എത്ര വലിയൊരു ഭാഗ്യപദവിയാണ്. ദൈവത്തെ വെളിപ്പെടുത്താനായിട്ട് ദൈവം എന്നെ ഇന്ത്യയുടെ അംബാസിഡറായിട്ട് എന്നെ തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാല്, ഇപ്പൊ ഈ IFS ഒക്കെ പാസ്സാവുന്ന ആൾക്കാരെയൊക്കെ എന്താ അംബാസിഡേഴ്സ് ആയിട്ട് തിരഞ്ഞെടുക്കുള്ളൂ. വെറുതെ ഞാൻ പത്താം ക്ലാസ്സും ഗുസ്തി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ചെന്ന് നമ്മളെ അംബാസിഡർ ആയിട്ട് തിരഞ്ഞെടുക്കുക ഇല്ല. ഇത് വലിയൊരു ട്രെയിനിങ്, വലിയ ഉന്നത പരീക്ഷയ്ക്ക് പാസ്സായിട്ടുള്ളവർക്ക് അംബാസിഡർ ആയിട്ട് വേറൊരു രാജ്യത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടൊക്കെ, നമ്മുടെ രാജ്യത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് വേറൊരു രാജ്യത്തേക്കൊക്കെ പോകാൻ ഇപ്പോൾ. അപ്പം കർത്താവിന്റെ അംബാസിഡേഴ്സ് ആയിട്ട്, കർത്താവിന്റെ സാക്ഷ്യപത്രങ്ങളായിട്ട് നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ
കർത്താവിനെ കാണിച്ചു കൊടുക്കുവാന് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അതിനായിട്ട് ദൈവം നമ്മളെ ബലപ്പെടുത്തട്ടെ. നമ്മള് ക്രിസ്തുവിന്റെ പത്രങ്ങളാകണോ എന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ ഈ പാട്ടല്ലാതെ വേറെ ഏത് പാട്ടാണ് നമുക്ക് പാടാൻ സാധിക്കുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പാട്ട്. നാഗൽ സാഹിബ് ഒരു ജർമ്മനിക്കാരനായിട്ടുള്ള ഒരു മനുഷ്യൻ മലയാളം പഠിച്ച് എഴുതിയ പാട്ട്. ഇതാ നമ്മളവിടെ പാടുന്നേ. നമുക്ക് ചില വരികൾ അതിന്റെ 4ാമത്തെ ചാൻസ് ആയിരുന്നു ഞാൻ അതിനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പറഞ്ഞ ബാധ്യതമാം നിക്ഷേപം ഞാൻ ആകെയും സ്വന്തമാക്കുവാൻ പൂർണ്ണപ്രകാശം രക്ഷക പൂർണ്ണ വിശ്വാസത്തെയും നമുക്ക് ഒരുപാട് അറിയാവുന്ന ഒരു പാട്ടായിട്ട് നമ്മൾ അങ്ങനെ പാടില്ല, അംഗത്തോടൊക്കെ പാടിപ്പോകാനുള്ളൊരു അപകടമുണ്ട്. എന്നാൽ കർത്താവിനെ കർത്താവിന് നമ്മൾ മധ്യത്തിലുണ്ട്. കർത്താവിനെ നോക്കിക്കൊണ്ട് കർത്താവെ എനിക്ക് സമ്പൂർണ്ണമായിട്ട് എനിക്ക് അങ്ങേപ്പോലെ ആയിത്തീരണം. കർത്താവെ എന്റെ ആത്മാവിലെ കർത്താവെ ആ വചനം ജഡമായി തീരണം. യേശുവിലെ വചനം ജഡമായി തീർന്നത് പോലെ കർത്താവെ ഒരു മനുഷ്യന് സാധ്യമാകുന്നിടത്തോളം കർത്താവെ അവിടുത്തെ ആ വചനം എന്നിൽ അങ്ങ് മാംസമായി തീരട്ടെ. എൻ്റെ ആത്മാവിന്റെ ഭാഗമായിട്ട് തീരുവതക്കവണ്ണം പരിശുദ്ധാത്മാവ് ആകുന്ന മഷി കൊണ്ട് പരിശുദ്ധാത്മാവാകുന്ന വിരളുകൊണ്ട് അവിടുന്ന് കർത്താവെ എൻ്റെ ഹൃദയ പലകമേൽ അങ്ങ് എഴുതണമേ. അവിടുത്തെ വചനമെല്ലാം എഴുതി 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 മറ്റുള്ളവർക്കെല്ലാം ആ വചനം കാണുവാന് കർത്താവ് യേശുവിന്റെ വചനം സമ്പൂർണമായിട്ടും അത് സാക്ഷാത്കരിച്ചതുപോലെ എനിക്കും യേശുവിനെ പോലെ ആയിത്തീരണം. യേശുവിന്റെ വാക്ക് കേൾക്കണം, യേശുവിനെ നോക്കി എനിക്ക് ജീവിക്കണം. ഇതിനായിട്ടാണ് എൻ്റെ വലിയ ആഗ്രഹവും ആക്രാന്തവും ആവേശവും എല്ലാം. അതിനായിട്ട് ശുദ്ധാത്മാവിനാൽ എന്നെ നിറച്ചുറപ്പിക്കണം. ക്രിസ്ത്യൻ മഹത്വത്താല് ഞാൻ മുറ്റും നിറഞ്ഞ് ശോഭിക്കണം. ആ ഒരു വലിയ സമർപ്പണത്തോടെ ക്രിസ്ത്യൻ പറഞ്ഞതുപോലെ ആ ഒരു കല്ലുപോലുള്ള ഹൃദയമൊക്കെ മാറ്റി. പഴയ നിയമത്തിൽ അവർക്ക് കല്ലുപോലുള്ള ഹൃദയമായിരുന്നു, അവരുടെ ആത്മാവ് മരിച്ച അവസ്ഥയിലായിരുന്നു. എന്നാൽ പുതിയ ഉടമ്പടിയെ കുറിച്ച് പഴയ നിയമത്തിലെ ഹെസ്കേൽ 36:26 കർത്താവ് പ്രവചിക്കുമ്പോൾ പുതിയ ഉടമ്പടിയെ കുറിച്ച് പറയുമ്പോൾ പരിശുദ്ധാത്മാ നമ്മുടെ ആത്മാവിലേക്ക് വരുമ്പോൾ അതുവരെ കല്ലിന്റെ അവസ്ഥയിൽ മരിച്ച ആ ഹൃദയം ഒരു പുതിയ ഹൃദയം, ഒരു മാംസമായുള്ള ഒരു ഹൃദയം നമുക്ക് തന്നു. ആ മാംസമായ ഹൃദയത്തിൽ കർത്താവ് യേശുവിനെ എഴുതാൻ തുടങ്ങി എന്നാൽ നമ്മള് വേണ്ടവണ്ണം കർത്താവിനെ അനുവദിച്ചില്ല. അതുകൊണ്ട് യേശു നമ്മളിൽ രൂപപ്പെടുവോളം ഇനിയും പ്രസവവേദനപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് കർത്താവ് നമ്മളെ കുറിച്ച് പക്ഷപാതം ചെയ്ത് നമുക്ക് കർത്താവെ യേശുവിനെ പോലെ പിന്നാക്കണമേ എന്നുള്ള ഒരു ദാഹത്തോടെ ഞാൻ വേണ്ടവണ്ണം കർത്താവിനെ പോലെ ആയി തീർന്നിട്ടില്ലല്ലോ. ആ ഒരു ആത്മാവിലെ ദാരിദ്ര്യത്തോടെ കർത്താവിനെ നോക്കി സന്തോഷത്തോടെ സമർപ്പണത്തോടെ പ്രാർത്ഥനയായിട്ട് നമുക്ക് പാടാം. യേശുവേ പോലെയാകുവാൻ യേശുവിൻ വാക്കു കാക്കുവാൻ യേശുവേ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. യേശുവേ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. ഉറപ്പിക്കുന്നേ നാഥ നിറയ്ക്കലിന്റെ ശുദ്ധാത്മാ ക്രിസ്തുവിനെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ ക്രിസ്തുവിനെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. ശൈശവപ്രായ വീഴ്ചകൾ മോശയുള്ള കാഴ്ചകൾ സമ്പൂർണത സമ്പൂർണത പ്രാർത്ഥനയാലെ പോഴും ഞാൻ ജാഗരിച്ചു പോരാടുവാൻ നിന്റെ സഹായം നൽകുക എന്റെ മഹാപുരോഹിത. നിന്റെ സഹായം നൽകുക എന്റെ മഹാപുരോഹിത. വാഗ്ദത്തമാം
നിക്ഷേപം ഞാൻ ആകെയും സ്വന്തം ആക്കുവാൻ പൂർണ്ണപ്രകാശം രക്ഷക പൂർണ്ണവിശ്വാസത്തെയും പൂർണ്ണപ്രകാശം രക്ഷക പൂർണ്ണവിശ്വാസത്തെയും ധീരപ്രതാരനീകരും തീരെ പിന്മാറി ഖേദിക്കും വീരം സാക്ഷി ആക്കുക വീരം സാക്ഷി ആക്കുക വാങ്ങുകയല്ല ഉത്തമം അങ്ങുകയേറെ ശുദ്ധമാ എന്നും നിന്നോട് കൂടെ ഞാൻ എന്നും ജ്ഞാനം നൽകണം എന്നും നിന്നോട് കൂടെ ഞാൻ എന്നും ജ്ഞാനം നൽകണം കേടുവാൻ നഷ്ടമായതും വീടുവാൻ ഭ്രഷ്ടമായതും കണ്ണൂരിലാർക്കും സ്നേഹം വന്നൂരിനഗ്നി കത്തിക്കാം കണ്ണൂരിലാർക്കും സ്നേഹം വന്നൂരിനഗ്നി കത്തിക്കാം കഷ്ടതയിലും പാടുവാൻ നഷ്ടമതിൽ കൊണ്ടാടുവാൻ ഭക്തിയിൽ പൂർണ്ണനാകുക ഭക്തിയിൽ പൂർണ്ണനാകുക യേശുവിൻ കൂടെ താഴുവാൻ യേശുവിൻ കൂടെ താഴുവാൻ യേശുവിൽ നിത്യം ചേരുവാൻ ഇവയെ കാക്ഷിക്കുന്നു ഞാൻ യേശുവിൽ നിത്യം ചേരുവാൻ ഇവയെ കാക്ഷിക്കുന്നു ഞാൻ ഉറപ്പിക്കുന്നേ എന്നാഥാ നിറയ്ക്കയെന്നെ ശുദ്ധാത്മാ ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. കർത്താവിന്റെ മഹത്വത്താല് മുറ്റും നിറഞ്ഞ് ശോഭിപ്പാൻ തക്കവണ്ണം അവിടുന്ന് ശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. ആ ശുദ്ധാത്മാവിനാൽ നിറച്ച് കർത്താവേ ആ പരിശുദ്ധാത്മാവ് എൻ്റെ മനസ്സിലേക്ക് കവിഞ്ഞൊഴുകട്ടെ, എൻ്റെ മനസ്സ് പുതുക്കപ്പെടട്ടെ. യേശുവിൻ്റെ വാഗ്ദത്തം എല്ലാം സ്വന്തമാക്കുവാനായിട്ടുള്ള ഒരു വലിയ ആഗ്രഹവും ആവേശവും എനിക്കൊരു പാഷൻ ടു ഡു ഓൾ ഓഫ് ഗോഡ്സ് വിൽ. കർത്താവേ എൻ്റെ ജീവിതത്തിൽ കർത്താവേ ഈ വചനം സമ്പൂർണ്ണമായിട്ടും എന്നില് ദൃഢമായി തീരണം. എൻ്റെ ആത്മാവില് ഈ വചനം മാംസമായി തീരണം. എൻ്റെ ആത്മാവിൻ്റെ ആത്മീയ മാംസമായിട്ട് എൻ്റെ ജീവിതത്തിലെ ഈ വചനമായി തീരണം. യേശുവിന്റെ വചനം മാംസമായി തീർന്നതുപോലെ യേശുവിന്റെ ആത്മാവിന്റെ വചനം സമ്പൂർണ്ണമായിട്ട് സാക്ഷാത്കരിക്കപ്പെട്ടത് ഫുൾഫിൽഡായി പിതാവിനെ യേശുവിലൂടെ സമ്പൂർണ്ണമായിട്ട് എല്ലാവർക്കും കാണാൻ സാധിച്ചു. അതുപോലെ കർത്താവേ വർദ്ധമാനമായ അളവില് വർദ്ധിക്കുന്ന ഒരളവില് അത് കർത്താവേ
അതിന്റെ പൂർണ്ണത കർത്താവിന്റെ രണ്ടാമത്തെ വരവെങ്കിലും ഉള്ളൂ എങ്കിലും കർത്താവെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരളവില് പിന്നില് യേശുവിന്റെ യേശുവിന്റെ ആ സ്വഭാവം അത് രൂപപ്പെടണം. യേശുവിന്റെ രൂപപ്പെടണം. അതെ കർത്താവെ, എന്റെ മനസ്സിലേക്ക് അത് പരിശുദ്ധാത്മാവ് നിറഞ്ഞു കവിഞ്ഞ് എന്റെ മനസ്സിനെ പുതുക്കി എനിക്ക് കർത്താവെ വചനം ചെയ്യുവാനുള്ള വലിയൊരു ആഗ്രഹവും സമർപ്പണവും, അതുപോലെ കർത്താവെ ആ പരിശുദ്ധാത്മാവാകുന്ന വിരലുകൊണ്ട് കർത്താവെ എന്റെ ഹൃദയ പലകമേലും അവിടുന്ന് എഴുതണമെന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് പഴയ നിയമത്തിലെ സീനായി പർവ്വതത്തില് ദൈവം തന്റെ വിരലുകൊണ്ട് കൽപ്പലകമേല് കർത്താവ് തന്റെ കൽപ്പനകളെ എഴുതി നൽകിയതുപോലെ ഇന്ന് ഹൃദയത്തിന്റെ മാംസഫലകയിൽ കർത്താവെ അവിടുന്ന് എഴുതും. അവിടുന്നാണ് ഓർഡർ, അവിടുന്നാണ് രചയിത. എന്റെ വിശ്വാസത്തിന്റെ, എന്റെ സ്നേഹത്തിന്റെ, എന്റെ സമാധാനത്തിന്റെ, സന്തോഷത്തിന്റെ എല്ലാം രചയിതാവ് അവിടുന്നാണ്. അവിടുന്നാണ് ഓർഡർ കർത്താവെ. അവിടുന്ന് പൂർത്തിയാക്കുന്നവനുമാണ്. എന്നിലൊരു നല്ല പ്രവൃത്തി തുടങ്ങിയവൻ അത് അന്ത്യത്തോളം പൂർത്തിയാക്കും. അതിനായിട്ട് കർത്താവെ കൊമ്പുമുദ്രയോടിൽ വസിക്കുന്നത് പോലെ ഞാൻ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു നമുക്ക് പറയാം. പരിശുദ്ധാത്മാവാകുന്ന സാപ്പ് ആ ജീവരസം നമ്മളിലേക്ക് വന്ന് നിറഞ്ഞു കവിഞ്ഞ് അത് നുറുമേനി ഫലം കഴിക്കുവാനിടയാകട്ടെ. മറ്റുള്ളവർക്ക് യേശുവിനെ കാണുവാനും കേൾക്കുവാനും യേശുവിനെ സ്പർശിക്കുവാനും യേശുവിനെ മറക്കുന്നവരായിട്ടല്ല, മറിച്ച് ആ ജഡമാനത്തിൽ ചിന്തപ്പെട്ടുകൊണ്ടേയിരിക്കുമ്പോൾ യേശു അധികമായിട്ട് നമ്മളിലെ ആത്മാവിൽ നിന്ന് വെളിപ്പെടും. നമ്മളുടെ ദേഹിയിലൂടെ, നമ്മുടെ ദേഹത്തിലൂടെ, നമ്മുടെ കണ്ണിലൂടെ, വാക്കിലൂടെ, പ്രവൃത്തിയിലൂടെ എല്ലാം കർത്താവ് വെളിപ്പെടും. ക്രിസ്തുവിന്റെ പത്രങ്ങളായിട്ട് മറ്റുള്ളവർക്ക് വ്യക്തമായിട്ട് യേശുവിനെ വായിച്ചെടുക്കാൻ തക്കവണ്ണം നമ്മുടെ അയൽവക്കത്തുള്ളവർക്ക്, നമ്മുടെ നാട്ടിലുള്ളവർക്ക്, നമ്മുടെ ബന്ധുക്കളുടെ ഇടയിലെ, സുഹൃത്തുക്കളുടെ ഇടയിലൊക്കെ അവര് യേശുവിനെ കണ്ടിട്ടില്ല എന്നാ കർത്താവെ അവര് എന്നെ കാണുമ്പോൾ, ഞങ്ങൾ ഓരോരുത്തരെയും കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ കർത്താവെ അവര് യേശുവിനെ കാണട്ടെ. കർത്താവെ മറിയത്തിന്റെയും മാർത്തയുടെയും ഗ്രാമം, ബഥാനിയ ഗ്രാമം അറിയപ്പെട്ടതുപോലെ അവരുടെ ആ വീട്ടിലെ സൗരഭ്യം ആ നാടൊട്ടുക്ക് ആ സൗരഭ്യം വരുന്നത് പോലെ ഇന്ന ആളുടെ സ്ഥലം, ഇന്ന സഹോദരന്റെ, ഇന്ന സഹോദരിയുടെ സ്ഥലം എന്ന് അറിയപ്പെടുവാൻ തക്കവണ്ണം നമ്മളുടെ നാം മോദുതനായിട്ടില്ല, മറിച്ച് കർത്താവിന്റെ മക്കൾ, കർത്താവിന്റെ സൗരഭ്യവാസന അത് പരന്ന് അത് നമ്മളുടെ ചുറ്റുവട്ടത്തുള്ളവർക്കെല്ലാം യേശുവിനെ കാണിച്ചു കൊടുക്കുന്നവരാകുവാനായിട്ട് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ചെന്നറിഞ്ഞ പിതാവെ അവിടുത്തെ ആത്മാവേണ്ട അതിനായിട്ട് ഞങ്ങൾ നിറയ്ക്കണം. യേശുവിനെ പോലെ ഞങ്ങൾ ആക്കി തീർക്കണമേ. അതിനായിട്ട് വലിയൊരു ആഗ്രഹവും ആ യേശുവിനെ ഞങ്ങളുടെ നിറയട്ടെ. കർത്താവ് എപ്പോഴും അവിടുത്തെ സന്നിധിയിൽ ജീവിപ്പാനും അങ്ങ് സംസാരിച്ച് അങ്ങ് ചിന്തിച്ചതുപോലെ ചിന്തിക്കാന്, അങ്ങ് സംസാരിച്ചതുപോലെ അങ്ങ് കാര്യങ്ങൾ നോക്കി കണ്ടതുപോലെ നോക്കി കാണുവാന്, അങ്ങ് ചിന്തിച്ചതുപോലെ ചിന്തിക്കുവാന്, അവിടുത്തെ അതേ ഉദ്ദേശ ലക്ഷ്യങ്ങളോടെ, അതേ മനോഭാവത്തോടെ, അതേ ചിന്തകളോടെ, അതേ വാക്കുകളോടെ, അതേ പ്രവൃത്തികളോടെ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണേ. അപ്പം അത് ചെയ്യും. ഞങ്ങൾ വിശ്വസിക്കുന്നു. മനുഷ്യന് അസാധ്യം എന്ന കർത്താവ് ദൈവത്താൽ സാധ്യം. അവിടുന്ന് ഞങ്ങൾ എഴുതിക്കൊണ്ടേയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് കർത്താവ് അവിടുത്തെ വിരലാകുന്ന പേന മടുത്തെടുത്തു പോകരുതെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കോളുകളൊക്കെ, മനസ്സിന്റെ കോളുകളൊക്കെ എല്ലാം അവിടുത്തെ വാക്കാൽ ശമിക്കുമല്ലോ. ഞങ്ങൾ പാടിയതുപോലെ കർത്താവെ ഞങ്ങളുടെ കോളുകളൊക്കെ ഉണ്ടാക്കി അവിടുത്തെ എഴുത്തിനെ ഞങ്ങൾ പലപ്പോഴും ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ട്, പലപ്പോഴും അതിനെ തടഞ്ഞിട്ടുണ്ട്. കർത്താവെ ഞങ്ങൾ ജാതികളുടെ ഇടയിൽ അവിടെ നാം ദുഷിക്കപ്പെടുവാനിടയാകരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങൾ അവിടുത്തെ സൗരഭ്യവാസനയായിട്ട് എല്ലാവർക്കും അനുഗ്രഹമാകുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ കുടുംബജീവിതം, ഞങ്ങളുടെ ഭാര്യാഭർത്തൃ ബന്ധം, കുഞ്ഞുങ്ങളോടുള്ള ഞങ്ങളുടെ പെരുമാറ്റം, അപ്പനമ്മമാരോടുള്ള ഞങ്ങളുടെ പെരുമാറ്റം, എല്ലാത്തിലും കർത്താവെ ഞങ്ങളുടെ സുഹൃത്തുക്കളോട്, ഞങ്ങളുടെ ജോലി സ്ഥലത്ത്, സ്കൂളില്, പഠിത്തത്തിൽ എല്ലാം എല്ലാവർക്കും ഒരു മാതൃകയാകുവാൻ തക്കവണ്ണം മറ്റുള്ളവർക്ക് കർത്താവെ എല്ലാത്തിലും തിമോഥെയോസിനോട് പറഞ്ഞതുപോലെ നിങ്ങളുടെ യൗവനം ആരും തുച്ഛീകരിക്കരുത്. എല്ലാത്തിലും സ്നേഹത്തിലും, നടത്തത്തിലും, സ്വഭാവത്തിലും, സംസാരത്തിലും, വിശ്വാസത്തിലും എല്ലാം മറ്റുള്ളവർക്ക് മാതൃകയാകാൻ തക്കവണ്ണം കർത്താവെ ക്രിസ്തുവിന്റെ പത്രമായിട്ട് ഞങ്ങളെല്ലാം അവിടെ എഴുതിക്കൊണ്ടേയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതെ കർത്താവെ ബാക്കിയുള്ള സഹോദരങ്ങളാകുന്ന പത്രങ്ങളെയും ഞങ്ങളുടെ ഹൃദയത്തില് പൗലോസിനെ പോലെ സൂക്ഷിക്കുവാനും ഞങ്ങളെ സഹായിക്കണം. അവരെ ശുശ്രൂഷിക്കുവാനും കെയർ ചെയ്യുവാനും ഒക്കെ ഞങ്ങളെ സഹായിക്കണം. യേശുവിനെ പോലെ ഞങ്ങളാക്കി തീർക്കണം. എല്ലാം യേശു കർത്താവിന്റെ വിലയേറിയ മാതിരിയുള്ള നാട്ടിൽ തന്നെ. ആമേൻ.